അവൻ്റെ സ്വന്തം മോക്ക് 17 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ സ്വന്തം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇവൻ കൊണ്ട് യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല. വലിയ വലിയ പ്രമുഖമായ ആൾക്കാരെ വരെ ഇവരും വിളിച്ചിട്ട്, എനിക്ക് വർക്ക് തരാൻ പോകുന്ന ആൾക്കാരെ വിളിച്ചിട്ട്, എൻ്റെ പെണ്ണുപിള്ളെ നീ വെച്ചുകൊണ്ടിരിക്കുകയാണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുക. സത്യം ചേട്ടാ, ഞാൻ പുതപ്പിട്ടിട്ട് രാത്രികളിൽ എൻ്റെ മോനെ വയറ്റിലിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഫോണിൽ എടുത്തിട്ട് ഞാനിത് കേട്ടിട്ട് ഞാൻ കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത വൃത്തികെട്ട. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും ഓപ്പോസിറ്റ് ഒരു കണ്ണാടി കൂടെ ബാത്റൂമിനകത്ത് ഈ കൊച്ചിനെ കയറി ഉമ്മ വെക്കുന്നത് ഞാൻ കാണുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട്, എൻ്റെ മോളെടുത്ത് വിളിച്ചിട്ട് പറയാം, ഈ പുള്ളിക്കാരനെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ആരോടെ പോയി ജീവിച്ചാൽ ഇയാൾക്ക് എന്താ ഇയാൾ നല്ലതായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വേറൊരു ആളോട് പോകേണ്ട ഒരാവശ്യമില്ല. ഇപ്പം 2 ദിവസം ശനി ഞായറും എൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത്. ശനി ഞായറും വന്ന് നിൽക്കുമ്പോൾ പഠിപ്പിക്കാൻ തന്നെ പേരും പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചിരുത്തിയിട്ട് ലൈംഗിക ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് 16-17 വയസ്സുള്ള കുഞ്ഞിനെയാണ് വിളിച്ചുകൊണ്ട്, സ്വന്തം മോക്ക് 17 വയസ്സേ ഉള്ളൂ ചേട്ടാ. എത്ര വർഷം മുമ്പ്? പ്രായപൂർത്തിയാത്ത സമയത്താണ് ഹോട്ടലിൽ ഈ കൊച്ചിനെ കൊണ്ടുപോയി. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പിഴച്ചവളായിട്ട് ജീവിച്ചേനെ. അല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ തിയാസന എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് എ സി റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. തിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. ആൻമേരിയുടെ കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ആൻമേരിയ സംഭവം ചെയ്തിട്ട് പ്രമുഖമായ ഒരു ഡയറക്ടറിനെ ഭീഷണിപ്പെടുത്തി ഫിറോസ് ഖാൻ പറഞ്ഞത് അവന് നാണമില്ലായിരുന്നു അന്ന്. നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ഞാൻ റസൂലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോ ഈ വോയിസ് റെക്കോർഡിംഗ്? എനിക്ക് എൻ്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളിയെ എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്ക് പറയത്തില്ല. നമസ്കാരം. നടിയും മോഡലും ബിഗ് ബോസ് താരവും ഒക്കെ ആയിട്ടുള്ള സജിന നൂർ ആണ് ഇന്ന് മറുനാടനൊപ്പം ഒരു പോഡ്കാസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത്. സജിന നൂർ ഈ സമീപകാലത്ത് നിരവധി വാർത്തകളിൽ ഇടം പിടിക്കുകയുണ്ടായി. സജിന നൂറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്ലാരിഫിക്കേഷനും അതുപോലൊപ്പം തന്നെ സജിന നൂറിൻ്റെ പ്രൊഫഷനെക്കുറിച്ചും ഒക്കെ പറയുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സ്വാഗതം. നമസ്കാരം ചേട്ടാ. സജിന കൊല്ലത്തുകാരി? കൊല്ലത്ത് കൊല്ലം കടപ്പാക്കട ഉളിയക്കോ ടെമ്പിളിൻ്റെ അടുത്ത്. ഓക്കെ. എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്? അതായത് ആക്ടിങ് പ്രൊഫഷൻ ആദ്യം മോഡലായിരുന്നു അല്ലേ? അല്ലല്ല, ഞാൻ ആക്ച്വലി ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. ഞാനൊരു ഫോക്ക് സോണിൽ CRM ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഒഫീഷ്യൽ അങ്ങനെയായിരുന്നു. പിന്നെ മാരേജിന് ശേഷമാണ് ഇങ്ങനെ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നത്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന ആരാണ് ശരിക്കും? ഫിറോസ് ഖാൻ ആയിരുന്നു. ഫിറോസ് ഖാൻ സെക്കൻഡ് ഹസ്ബൻഡ്. അതെ അല്ലേ? അതെ. നിങ്ങൾക്കൊരു വലിയൊരു എന്താ ജനസമ്മതി കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് സീസൺ 3 അല്ലേ? സീസൺ 3-ലായിരുന്നു ബിഗ് ബോസിലേക്കുള്ള ഒരു സെലക്ഷൻ. അതെങ്ങനെയായിരുന്നു? ഞാൻ അതിന് മുന്നേ തന്നെ പല ചാനലിലും, ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് ആണ്. ബാക്കി മനോരമ അങ്ങനെ പല പല ചാനലിലും ഞാൻ സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഫിറോസ് ഖാൻ ഇതുപോലെ ബിഗ് ബോസ് 1-ലും 2-ലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. അപ്പം ഞാനപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വർക്കിലോട്ട് ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കോൺടാക്ട്സ് നമ്പറും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പുള്ളി എല്ലാത്തിനും ബാക്ക് വലിയുന്ന ഒരാളാണ്. പുള്ളി വർക്കിലോട്ട് പോകുമ്പം ഇങ്ങോട്ട് എനിക്ക് വരും, അങ്ങോട്ട് പോയി എനിക്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരാളാണ്. എനിക്കുള്ളത് ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് പറയും. നമുക്ക് ഈ പറയുന്ന ഓരോ ദിവസവും ഓരോ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറയുന്ന കണക്ക് നമ്മൾ ചോദിച്ച് വാങ്ങിയാലേ നമുക്ക് വർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് പുള്ളിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യം കൂടെ ഇട്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്കൂടെ ഒരു ഓപ്ഷൻ നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. കാരണം ഞാനിങ്ങനെ ഒരു ആക്ടറാണ് എന്ന് പറഞ്ഞു. ഓക്കെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാഗം കിട്ടിയപ്പോഴാണ് എൻ്റെത് ഓക്കെ ആയെന്ന് പറഞ്ഞതിന് ശേഷം ഒരു സർപ്രൈസായിട്ട് അവർ വിളിച്ചത്, നിങ്ങൾ ഫാമിലി കപ്പിളായിട്ടാണ് നിങ്ങളെ കയറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫിറോസിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ അന്ന് സൂം കോളാണ് ചെയ്തേക്കുന്നത്. കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം സൂം കോൾ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഫാമിലി എൻട്രി ആയിട്ടാണ്, ആർക്കും പറയണ്ട എന്ന് പറഞ്ഞു. അതൊരു കപ്പിൾ എൻട്രി ആയിട്ടാണെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് ബിഗ് ബോസിലോട്ട് എൻട്രി ചെയ്തത്. ബിഗ് ബോസിലെ ആദ്യത്തെ കപ്പിൾസ് ആയിരുന്നു നിങ്ങൾ അല്ലേ? അതുകൊണ്ടുള്ള ഒരു പ്രയോജനം, നിങ്ങൾ എത്ര റൗണ്ട് വരെ അതിൽ പോയിട്ടുണ്ടായിരുന്നു? 60 വരെ 16 ഡേയ്സ് നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഈ ഫിറോസുമായിട്ട് ഫിറോസിനെ വിവാഹം കഴിക്കുന്ന മുമ്പ് ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നല്ലോ, അപ്പോൾ അതിലൊരു മോളുണ്ട്. മോക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? മോക്കിപ്പോൾ 13 വയസ്സ്. 13 വയസ്സുണ്ട്. അപ്പം ഈ ആദ്യ വിവാഹം വേർപെടുത്താനുള്ള കാരണം എന്തായിരുന്നു? അതൊരു നമ്മളുള്ള കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിരുന്നു. പുള്ളിയുടെ ഞാനിപ്പോൾ അവരെ വലിച്ചിടുന്നില്ല, കാരണം അവരെ ഒരു ഫാമിലി, അവരിപ്പം തികച്ചും ഫാമിലി ആയിട്ട് ജീവിക്കുന്നത്. അറിയില്ല, ഞാൻ അവരുടെ കാര്യങ്ങൾ നോക്കാനും നമ്മളുടെ കുഞ്ഞിനെ കാണാനോ അവരായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് വരുന്നത്? ഫിറോസ് രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആ ഒരു ഞാൻ ഫോക്സ് വാനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പം അതിന് മുന്നേ എനിക്ക് ഇൻസ്റ്റയിൽ, എനിക്ക് ഫേസ്ബുക്കിലൊക്കെ പുള്ളി മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ബഹുമാനത്തിലാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. ആ സമയത്ത് പുള്ളി കൊല്ലത്തുകാരനാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഫോക്സ് വാനിൽ വന്ന് കാണാൻ നിന്നു. നമ്മളൊരു കസിൻ ബ്രദർ വന്നിട്ട് ഇങ്ങനെ കല്യാണം ആലോചിക്കുന്നു. അന്നേരം എനിക്കിങ്ങനെ സെക്കൻഡ് മാരേജ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വന്നു, നമ്മളുടെ കാര്യങ്ങളെല്ലാം തിരക്കുന്നു. പുള്ളി അന്നേരം മാരേജ് ഇതായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് പുള്ളിയുടെ കസിനും എൻ്റെ കസിനുമായിട്ടുള്ള പുള്ളിക്കാരൻ അവർ അവിടെ വന്ന് ആലോചിക്കുന്നു, ഉമ്മാടത്ത് കൺവീൻ ചെയ്യുന്നു. പുള്ളിക്കാരൻ ബാക്കിയുള്ളവരെല്ലാവരും ഭയങ്കര എതിർപ്പായിരുന്നു, കാരണം ഈ ഫീൽഡ് ആയതുകൊണ്ട്. അറേഞ്ച്ഡ് ആയിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ ആ ഒരു 1 മന്ത്, കല്യാണത്തിന് ഒരു 1 മന്ത് ഉണ്ടായിരുന്നു നമുക്ക്. ആ 1 മന്ത് പുള്ളിക്ക് ഒരു ഷൂട്ട് നടക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു. എന്നെ കണ്ടിഷ്ടപ്പെട്ടതാണ്. കണ്ടിഷ്ടപ്പെട്ട് നമ്മൾ ഒരിക്കലും പ്രണയമൊന്നും പറയാൻ പറ്റത്തില്ല, അറേഞ്ച്ഡ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇഷ്ടപ്പെട്ട് വന്ന് സംസാരിക്കേണ്ട കുറച്ച് സാഹചര്യങ്ങൾ, കാരണം ആ 1 മാസം നമുക്ക് സ്നേഹിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. ആ 1 മാസം പറഞ്ഞ കഥയിലാണ് ഞാൻ വീണതും. കാരണം പുള്ളി പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട്, പുള്ളിയുടെ ഫാമിലി, ആദ്യത്തെ വൈഫ് ഇങ്ങനെയാണ്, കുഞ്ഞിങ്ങനെ ആയിപ്പോയി, കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പം എനിക്കുണ്ടായ കാര്യങ്ങളും എനിക്കുണ്ടായ ഇമോഷണൽ സാധനങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മോളുണ്ട്, അതെല്ലാം ഓക്കെ ആയി, എൻ്റെ മോളെപ്പോലെ നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മാടുത്തും വന്ന് പറഞ്ഞു, എല്ലാവരുടെ അടുത്തും നിർബന്ധിച്ച് എൻ്റെ കസിനെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചിട്ടാണ് അവിടെ വന്ന് കല്യാണത്തിന് ഡേറ്റ് എടുക്കുന്നതും. ഒരു നോമ്പ് സമയത്താണ് അവരുടെ വീട്ടുകാരെല്ലാം കൂടെ ഒരു പെണ്ണ് കാണൽ പോലെ വന്ന് വീട്ടിൽ വന്ന് ഉറപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ പോലും അവരുടെ കുറച്ച് ആൾക്കാർ പൈസയെക്കുറിച്ച് ചോദിക്കുന്നത്, എന്ത് തരും, എങ്ങനെ. ഉമ്മ പറഞ്ഞു, ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഉള്ളത് ഇങ്ങനെയാണ്, നമ്മൾ അത്ര വലിയ കൊടീശ്വരൊന്നും അല്ല, അപ്പം ഉള്ളതായിട്ടുള്ളത് വാപ്പാടെ കുറച്ച് സ്ഥലങ്ങൾ അടപ്പുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ചെയ്തു തരാം, പിന്നെ ഉള്ളത് കുറച്ച് ഗോൾഡ് ഉണ്ട്, അതും കൂടെ എടുത്ത് തരാം എന്ന് പറഞ്ഞ് നമ്മളവിടെ സംസാരിച്ചു, ഓക്കെ ആക്കി പറഞ്ഞു വിട്ടു. പിന്നെ എന്തെങ്കിലും സ്ത്രീധനം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഉമ്മയെ കഴിയുന്നു, ഉമ്മ സിംഗിളാണ്, വാപ്പ കുഞ്ഞിലെ മരിച്ചതാണ് എൻ്റെ വാപ്പ. അപ്പം ഉമ്മ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം. സജിനയ്ക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ? എനിക്കൊരു മൂത്തതൊരു ചേച്ചിയും ഉണ്ട്, അതിന് മൂത്തതൊരു ബ്രദറും ഉണ്ട്. ഞാൻ ഏറ്റവും ഇളയത്. ഞങ്ങൾ 3 പേര്. ഏറ്റവും ഇളയത് ഞാനാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമ്മളെല്ലാവരും ഫാമിലി എല്ലാം പറഞ്ഞു. എന്നിട്ടും എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളെ കുടുംബത്തിലെ ആദ്യത്തെ ആളാണ് സാബുക്ക, എൻ്റെ വാപ്പാടെ സ്ഥാനമാണ്, ഒരു ബ്രദറിൻ്റെ സ്ഥാനമാണ്. ഇക്കായ്ക്കും ഇതൊന്നും താല്പര്യമില്ല, കാരണം പുള്ളിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ആണുങ്ങൾക്കാണല്ലോ അറിയുന്നത്, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പം പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ കുറേ സ്ട്രഗിളിങ്ങും പുള്ളിയുടെ വേദനകളും കുറച്ച് വിഷമങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം സെയിം അനുഭവങ്ങളാണ്. ആദ്യത്തെ വൈഫ് അങ്ങനെ പോയി കുറേ അലിഗേഷനാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ വീടും കൊല്ലത്ത് തന്നെയല്ലേ? അതെ. നിങ്ങളുടെ ചന്ദനത്തോപ്പിലാണ്. അപ്പൊ നിങ്ങൾ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് പുള്ളിക്കാരൻ ഇവിടെ ഇല്ലല്ലോ, പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, പുള്ളിക്കാരൻ വിട്ട് ഫുള്ള് എറണാകുളം, പുള്ളിയുടെ ലൈഫ് അങ്ങനെയാണ്. മോഡലും ആക്ടറും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് പുള്ളിയെക്കുറിച്ച് പറയാനുള്ള കാര്യം. പിന്നെ പള്ളിക്കാരടുത്ത് നമ്മൾ സംസാരിച്ച് പള്ളിക്കാർ പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ, ഇനി അടുത്തൊരു കൊച്ചിനെ അടുത്തൊരു ഇതിൽ കൊണ്ടിടണോ, ആദ്യത്തെ ഒരു ലൈഫിൽ ഒത്തിരി അനുഭവിച്ചതാണ്, അതിന് വീണ്ടും എന്തിനാ അതിനെ കൊണ്ടിടുന്നതെന്ന് പള്ളിക്കാർ പറയുന്നുണ്ട്. അപ്പം മേ ബി ഞാൻ പറഞ്ഞു, മിച്ചി ഇപ്പോൾ ഒരു പക്ഷേ അറിയാൻ വയ്യാത്ത ഒരാൾ വരുന്നതിനെക്കാട്ടിലും ബെറ്റർ പുള്ളിയുടെ ലൈഫ് കണ്ടപ്പം പുള്ളി പാവമായിട്ട് തോന്നി എനിക്ക്. കാരണം പുള്ളിയുടെ ലൈഫിലും കുറേ ഇൻസിഡൻ്റ് ഉണ്ട്. പിന്നെ എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ മോളെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരാൾ വരിക എന്ന് പറയുമ്പം, പിന്നെ ഞാൻ ആ പ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്, 19-20 വയസ്സേ ഉള്ളൂ എനിക്ക്. വിവാഹം നടക്കുമ്പോൾ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? മോക്ക് 1.5 വയസ്സേ ഉള്ളൂ, 1.5-2 വയസ്സ് ആയിട്ടേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പം അതിലും കുറേ ഞാൻ ഈ മാരേജിന് ശേഷം കുറേ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞും പ്ലസ് എൻ്റെ കുഞ്ഞും കൂടെയാണ് അതിനകത്ത് അനുഭവിച്ചിട്ടുള്ളത്. സജിനയുടെ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമല്ലേ ഈ രണ്ടാം വിവാഹത്തിന് നിന്നത്? ഇദ്ദേഹം വിവാഹബന്ധം വേർപെടുത്താതാണോ? അതായത് പുള്ളിക്കാരന് ഈ പള്ളിയിലെ ലീഗൽ മാരേജ് ഒന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു കൺവീൻ ചെയ്താൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. എനിക്കതൊന്നും താല്പര്യമില്ല, എനിക്കതിലൊന്നും വിശ്വാസമില്ല, വിശ്വാസിയല്ലെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. അദ്ദേഹം
പള്ളി പോകുക അങ്ങനെ ഭക്തിയൊന്നും അങ്ങനൊന്നുമില്ല അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ഇല്ല. ആ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് താമസിക്കാൻ നേരം അങ്ങനൊന്നുമില്ല. ഒന്നുമില്ല. അതെ, പുള്ളി പറഞ്ഞ ആ ഒരു കാര്യം ശരിയായിരുന്നു അല്ലേ? അതെ, വിശ്വാസം ഓവറായിട്ടും ഇല്ല, എന്നാൽ ഇല്ലായികയില്ല, അങ്ങനെ ഒരു പ്രത്യേക ഉള്ളൊരു ഒരു കടുത്ത മതവിശ്വാസിയല്ല. അതെ അതെ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ അന്നേരം പറഞ്ഞു എന്നാൽ ശരി, എന്നാൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്നുള്ള പറഞ്ഞു. പുള്ളി തന്നെ ഒരു കുറേ ഉത്സാഹം, നമുക്ക് പള്ളിയിൽ നമുക്ക് നിക്കാഹ് നടത്തണമെന്ന് നമ്മൾ ആഗ്രഹം കാരണം പുള്ളിയുടെ പള്ളിയിൽ നിന്നും നമ്മളെ പള്ളിയിൽ നിന്നും ആൾക്കാർ വന്നിട്ട്, പുള്ളിയുടെ പള്ളിയിൽ നിന്നല്ല, പുള്ളി എവിടുന്ന ഒരു കുറച്ച് ഉസ്താക്കന്മാരെ വിളിച്ചിട്ട് നിക്കാഹ് പോലെ വീട്ടിൽ വെച്ച് നടത്തിയിട്ടാണ് നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ മാരേജ് ചെയ്തത്. അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ പള്ളിക്കാരെ നമ്മൾ അടുപ്പിക്കാഞ്ഞെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. ആക്ച്വലി പിന്നെയാണ് നമ്മൾ അറിയുന്നത്. പള്ളിക്കാർ രണ്ടുപേരും കൂടെ അറിയുമ്പോഴാണ് ഇവരുടെ പള്ളിക്കാരും പുള്ളിക്കാർ തൃശ്ശൂർ ആ ഏരിയയിലോട്ടാണ്. അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നുള്ള പള്ളിക്കാരും വരുമ്പോഴാണ് ഇവരുടെ മാരേജ് ഓൾറെഡി കഴിഞ്ഞിട്ടില്ല, ഇവരുടെ ഡിവോഴ്സ് മേടിച്ചിട്ടില്ല എന്നുള്ള സംഭവം നമുക്ക് അറിയത്തില്ലായിരുന്നു. ഈ വിവാഹം നടക്കുമ്പോൾ ഇല്ല ആ സമയത്ത്. കാരണം ഞാൻ ഈ കുറച്ച് ആള്, അതായത് പുള്ളിക്കാരിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഇത് ആക്ച്വലി ഈ ഡിവോഴ്സ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പുള്ളിക്കാരി ലീഗിൽ നമ്മളെ കാര്യം നടക്കുന്ന പോലെ ഇത് പോയെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ പുള്ളിക്കാരി അടുത്ത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തപ്പോൾ ആര് പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വന്നിട്ടില്ല, എന്നെ 150 പവൻ അവൻ കൊണ്ടുപോയിട്ടുണ്ട്, അവരും കേസ് ഫയൽ ചെയ്യാൻ നിൽക്കുക. പക്ഷേ അവർക്ക് പേടി, ഇവനൊരു ആക്ട്രസ് ആയതുകൊണ്ട്, പുള്ളിക്കാരൻ ഒരു ആക്ടർ ആയതുകൊണ്ട് ഇനി ഞങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞാലും അവൻ എന്തെങ്കിലും ഇതുപോലെ അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വന്ന് അങ്ങനെ മീഡിയയിൽ വന്ന് പറയാൻ പറ്റുന്ന ഒരാളല്ല. ഞങ്ങളെ ഫാമിലിക്ക് അവർക്ക് ഒരു തികച്ചും ഓർത്തഡോക്സ് ഫാമിലീസാണ് അവർ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇവരുടെ ഈ പുള്ളിക്കാരനെ കുറച്ച് സൈക്കോ ക്യാരക്ടറൊക്കെ ഇവർക്ക് അറിയാം, ഫാമിലിയായിട്ട് ഭയങ്കര. അത് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും അത് ആൾക്കാർക്ക് അറിയാം. അല്ലല്ല, പുള്ളിക്കാരി തൃശ്ശൂർ ആ ഏരിയയിലുള്ള ആളാണ്. അത് ലവ് മാരേജ് ആയിരുന്നു. അവരുടേതും 17 വയസ്സിലാണ് പുള്ളിക്കാരി കല്യാണം കഴിക്കുന്നത്, നിക്കാഹ് കഴിക്കുന്നത്. അതൊക്കെ അന്നത്തെ സമയത്ത്, ഇന്നത്തെ സമയത്താണ്. അപ്പോൾ ഈ ശരിക്കും നിങ്ങൾ ഏറ്റവും ക്യൂട്ട് കപ്പിളായിരുന്നു ഏതാ? ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഏറ്റവും ശ്രദ്ധേയമായി കേരളം മൊത്തം ശ്രദ്ധിച്ച ആൾക്കാർ. പക്ഷേ അത് പെട്ടെന്നായിരുന്നു നിങ്ങളുടെ ഒരു വേർപിരിയലിനെ സംബന്ധിച്ച് ഒരു വാർത്ത വരുന്നത്. അപ്പോൾ ഈ ബിഗ് ബോസിൽ ഇത്രയും നല്ല കപ്പിൾസായിട്ട് നിന്നതിന് ശേഷം പെട്ടെന്നൊരു വേർപിരിയലിലേക്ക് പോവുകയായിരുന്നു, അതോ നേരത്തെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടി വേർപിരിയലാവും? കല്യാണം കഴിഞ്ഞ് 3-ാം മാസം തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മോനായി കഴിഞ്ഞപ്പോഴത്തേക്ക്, മോനാവുന്നതിന് മുന്നേ തന്നെ എൻ്റെ മോളെ അംഗീകരിച്ച് എൻ്റെ കുഞ്ഞിനെ മോളെ പപ്പാന്ന് വിളിപ്പിക്കുന്നത്, കുഞ്ഞിനെ ആദ്യത്തെ ആളിനെ കണ്ടിട്ട് പോലുമില്ല. അപ്പം മോളെ പപ്പാന്ന് വിളിപ്പിക്കുന്നത് തന്നെ പുള്ളിയാണ്. കാരണം കല്യാണത്തിന് മുന്നേ അന്ന് ആ ഒരു മാസം കൊണ്ട് മോളെ പപ്പാന്ന് വിളിച്ചാൽ മതി, എൻ്റെ മോളെ കാണാൻ പറ്റുന്നില്ല, അപ്പം എൻ്റെ മോളെ സ്ഥാനത്താന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ഒരു പുതുമോടിയല്ലേ. അപ്പം എൻ്റെ വീട്ടുകാരും അവരുടെ വീട്ടുകാരും പറഞ്ഞു ഫസ്റ്റിലെ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ ഇതാക്കണ്ട. അപ്പം ഈ കുഞ്ഞിനെ കാണാൻ എനിക്ക് പെട്ടെന്ന് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ആ പ്രായത്തിൽ കല്യാണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതും നമ്മൾ കുഞ്ഞിനെ വിട്ടുമാറുന്നൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല അത്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ വീട്ടിലോട്ട് പോകുന്നു, എനിക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര മാനസികമായിട്ട് വിഷമം വരുന്നു. അപ്പം പുള്ളി ആദ്യമൊക്കെ കൊണ്ടുവരുന്നു, വീട്ടിൽ കൊണ്ട് കാണിക്കുന്നു, ഞങ്ങൾ തിരിച്ചു വരുന്നു, കുഞ്ഞിനെ ഓക്കെ ആക്കുന്നു, വീട്ടിൽ നിൽക്കുന്നു കുറച്ച് ദിവസം. അവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ കുഞ്ഞെന്നെ വന്ന് തട്ടുമ്പം കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നീ അതെന്തോ സച്ചിന നീ എനിക്ക് നമുക്കിവിടെ കിടക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സംസാരങ്ങൾ തുടക്കത്തിൽ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും ഫിറോസ്ക ഞാൻ ഒന്ന് പോയി കുഞ്ഞിനെ ഉറക്കിയിട്ട് വരട്ടെ, അവളുള്ളപ്പോൾ നമ്മൾ കാണുമ്പോൾ അവളൊന്ന് ഉറക്കണമെന്നുണ്ടല്ലോ, എൻ്റെ വീട്ടിലാണ് ഈ സംഭവം. അപ്പോൾ ഉമ്മയും പറയും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അവളെ ഉറക്കിയിട്ട് പയ്യെ ഇവിടെ കൊല്ലുമ്പോഴത്തേക്ക് പുള്ളി മുഖം വീർപ്പിച്ചേക്കും, ഞാൻ താമസിച്ചു എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറയും ഒരു പൊടി കുഞ്ഞല്ലേ അത്, അന്നേരം അത് മനസ്സിലാവും. അപ്പം അന്നേരം എൻ്റെ മനസ്സിലോട്ട് പുള്ളി ഇത്രയും ബ്രൂട്ടലാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ അവരുടെ വീട്ടിലോട്ട് പോവുക, തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആവുക. 2-ാമത്തെ മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. മോൻ 2-ാമത്തെ റോവലും പ്രഗ്നൻ്റ് ആവുന്നത് പോലും എനിക്ക് അപ്പം ഉടനെ സഡൻലി എനിക്കൊരു കുഞ്ഞിനെ താല്പര്യമില്ലായിരുന്നു എനിക്ക്. കാരണം എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഇല്ലായിരുന്നു. കാരണം മോള് കുഞ്ഞാണ്, അവളൊരു കുറച്ച് മെച്ചൂർഡ് ആയതിനു ശേഷം നമുക്ക് അവർ പുള്ളി പറയുന്നത് പുള്ളിയുടെ മോളെ കാണാൻ പറ്റില്ല, മോളെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് മിസ് ചെയ്യുന്നു, എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഓക്കെ നമുക്കതൊരു കുഞ്ഞായി. ആ കുഞ്ഞ് പ്രഗ്നൻ്റ് ഞാൻ വയറ്റിലായത് ഉടനെ തന്നെ പിന്നെ എന്നെ കുഞ്ഞിനെ കാണാൻ വിടത്തില്ല, എന്നെ കുഞ്ഞിനെ വിളിക്കാൻ സമ്മതിക്കത്തില്ല. സത്യം ചേട്ടാ, ഞാൻ പുതപ്പിട്ടിട്ട് രാത്രികളിൽ ഞാനിരുന്ന് എൻ്റെ മോനെ വയറ്റിലിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ മോളെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ, എൻ്റെ മോളെ വിളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ പേടിയാണ്. കാരണം അന്നത്തെ കാലം ഇനിയും 2-ാമതൊരു ഡിവോഴ്സ്, ആൾക്കാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ശാരീരികമായി ഉപദ്രവിക്കുമായിരുന്നു.
ഒക്കെ ഫ്യൂച്ചറിൽ ആദ്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പ്രസവമൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, അടിയും കുറേ പ്രശ്നങ്ങളും, ഈ പെൺകുച്ച് കാരണമാണ് നമ്മളുടെ ലൈഫ് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ മോളെ ഇട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. മോളുടെ മുന്നിൽ നല്ല എൻ്റെ അടുത്ത് പറയും, ഇവള് ആ പെൺകുച്ച് കാരണമാണ് എന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഈ പെൺകുച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെ ലൈഫ് നല്ല രീതിയിൽ പോയേനെ എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് എന്നെ ഭയങ്കര ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് എൻ്റെ ഭാഗ്യത്തിനൊരു 3 മാസം എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റി. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ആ സമയം എൻ്റെ കുഞ്ഞിനോട് നിൽക്കാമല്ലോ, 2 മക്കളോട് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ സന്തോഷത്തിൽ ആ 3 മാസത്തിൽ നിന്നപ്പം ഒരു 2.5-3 മാസമൊക്കെ ആയപ്പോഴാണ് ഫിറോസിൻ്റെ ആദ്യത്തെ അഫെയർ ഞാൻ പൊക്കുന്നത്. അതിലാണ് എൻ്റെ കൈ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ടാറ്റു ചെയ്തേക്കുക. എനിക്കൊന്ന് ബിഗ് ബോസിലൊക്കെ ചർച്ചയായിരുന്നു കൈ മുറിച്ച എൻ്റെ സംഭവം. ഇത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പാണ് ഇത് കല്യാണം കഴിഞ്ഞ ആ സമയത്ത് മോൻ പ്രസവിച്ച് 3 മാസത്തിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല ചേട്ടാ, ഒരു പെട്ടെന്നൊരു ഇൻറ്റ്യൂഷൻ വരുന്നു. എനിക്ക് അതുവരെ പുള്ളിയെ സംശയമോ അല്ലെങ്കിൽ പുള്ളി അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഒരേ രീതിയിൽ എനിക്ക് ഒരു സംശയമില്ലാത്തൊരു വ്യക്തി, ഭയങ്കര രീതിയിൽ. ഈ ടോർച്ചറിങ് ഉണ്ട്, ടോർച്ചറിങ് ഉള്ളു, അല്ലാതെ സ്നേഹം തന്നെയാണ്. സ്നേഹം ഉള്ളതുകൊണ്ടാണ് പുള്ളി പറയുന്നത് അവനിലുണ്ടായതല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈഗോ പ്രശ്നമാണ് ഞാൻ അന്ന് കണ്ടത്. ഞാൻ വിചാരിച്ചു ആദ്യത്തെ ആ പുള്ളിയിൽ ഉണ്ടായത് ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് സഹിച്ച് ജീവിച്ചേ പറ്റത്തുള്ളൂ എത്രയെന്ന് പറഞ്ഞാലും. സെക്കൻഡ് മാരേജ് അല്ലേ, ആദ്യത്തെ മാരേജ് ഇങ്ങനെ കഴിഞ്ഞു, രണ്ടാമത്തെ മാരേജും ഇനി ഇങ്ങനെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നാട്ടുകാരെന്ത് പറയും, എൻ്റെ വീട്ടുകാർക്ക് വിഷമം വരും, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ സഹിച്ച് നിന്നിട്ടുണ്ട്, കുറേ സഹിച്ച്. അങ്ങനെ വീട്ടിൽ നിന്നപ്പോൾ ഒരു 2 മണി സമയത്ത് എനിക്ക് മനസ്സിൽ നിന്ന് എനിക്ക് അപ്പം ഫിറോസ് ഖാനെ വിളിക്കാൻ തോന്നി. ആ സമയത്ത് ഒരു വെപ്രാളം, രാത്രി എണീച്ചിട്ട് എനിക്കൊരു വെപ്രാളം, ഒരു ശ്വാസം മുട്ടലും എല്ലാം പോലും വന്നിട്ട് എനിക്ക് എന്തോ പെട്ടെന്ന് നിൽക്കാനെ വിളിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ഉടനെ ഫിറോസ് ഖാനെ ഞാൻ വിളിച്ചപ്പോൾ ഉടനെ ഫിറോസിൻ്റെ ഫോൺ കോൾ വെയിറ്റിംഗ് വന്നപ്പോൾ കോൾ വെയിറ്റിംഗ് വന്ന ഉടനെ തൊട്ട് പറയും കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് എൻ്റെ കോൾ എടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരിക്കാ, അത് എൻ്റെ കൂട്ടുകാരൻ അമേരിക്കന്നോ ദുബായിന്നോ ആരാണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി, എന്തിനാ അന്നിട്ട് പുള്ളി ഇങ്ങനെ പതറിയിട്ട് സംസാരിക്കുന്നുള്ള രീതിയിൽ എന്തോ ഒരു നമുക്കത് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു എനിക്കിതിപ്പോൾ പറഞ്ഞു വലിപ്പിക്കാൻ പറ്റുന്നില്ല അത്. അപ്പോഴും ഞാനത് ഓക്കെ, എന്നാലും എവിടെയോ ഒരു സാധനം എൻ്റെ അവിടെ സ്പാർക്ക് ചെയ്തു, പുള്ളിയുടെ സംസാരത്തിലായിരിക്കും. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നത് എവിടെയാ, ആരായിരുന്നു ഇന്നലെ വിളിച്ചത്, അത് നിനക്കിത്ര സംശയം എന്തോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തു. അപ്പോൾ എനിക്കറിയത്തില്ല ചേട്ടാ, എനിക്ക് അന്നത്തെ ബുദ്ധിയിൽ എനിക്ക് അങ്ങനെ തോന്നിക്കാൻ തന്നെ കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ ഫോക്സോണിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇതേല്ലേ, അവിടെ നമ്മളുടെ ഈ ടെലികോളിലൊക്കെ വരുന്ന പിള്ളേരുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ഒരു പിള്ളേരെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഇങ്ങനൊരു സംഭവമുണ്ട്, എനിക്കൊന്ന് ആ എനിക്ക് നമ്പർ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അവൻ ടെലികോളിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ OTP വരും, അത് OTP പറഞ്ഞു തരാം നമുക്ക്. ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. അന്ന് തന്നെ അവരുടെ വീട്ടിൽ പോവാൻ അവരുടെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു ഫോൺ ഇങ്ങ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ധൈര്യത്തോടെ തന്നെ ഫോൺ ഇങ്ങ് എടുത്ത് തരുന്നുണ്ട്. കാരണം ആ സിമ്മിൽ കിടക്കുന്ന വേറെ നമ്പറാണ്, ഫോൺ എടുത്ത് തന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ച നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പഴയ ടാബുണ്ട്, ആ ടാബിലാണ് പുള്ളിക്കാരൻ ഈ സിം എടുത്തിട്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം വാട്സാപ്പും കാര്യങ്ങളും എല്ലാം തുറക്കുന്നതും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഉള്ളത്. അപ്പോൾ ഈ പുള്ളി OTP വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് OTP പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ കോൾ ലിസ്റ്റ് എടുത്തപ്പം എല്ലാ നൈറ്റുകളിലും 12-1 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് തുടങ്ങുന്ന വെളുപ്പിനെ വരെ ത്രൂ ഔട്ട് ഈ കോളിൽ ചെയ്യുന്നുണ്ട്. ലോക്കൽ നമ്പറില്ല അല്ലേ? ഒരു ലോക്കൽ നമ്പർ ചെയ്യുന്ന ഈ പറഞ്ഞ കണക്കുമല്ല. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ ഫോണിൽ എനിക്ക് അറിഞ്ഞൂടാ, ഇതൊന്നും എനിക്ക് മേളിലിരിക്കുന്ന ഒരാൾ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞാൻ മൊബൈൽ എടുക്കുന്നു, ടാബ് എടുത്തിട്ട് ഞാൻ ടാബിനകത്ത്, ഈ ടാബ് എൻ്റെ കയ്യിരുന്ന ടാബാണ്, അതിനകത്ത് എങ്ങനെയുണ്ട് ഏതുണ്ട് എങ്ങനെയാണെന്ന് ഫിറോസ് ഖാനെക്കാട്ടിലും കൂടുതൽ അറിയാതെ എനിക്കാണ്. ഞാൻ അന്നേരം നേരെ എടുത്ത് റെക്കോർഡിങ് ഓപ്ഷൻ നോക്കി. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഈ റെക്കോർഡിങ് ഉള്ളത് പുള്ളിക്കാരന് അറിയത്തില്ലായിരുന്നു. ഓൾറെഡി അതല്ല, അങ്ങനെയല്ല, ആ ഫോണിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഫിറോസ് ഖാൻ അത് അറിയത്തില്ല. പക്ഷെ ഡിലീറ്റ് ചെയ്തിട്ടേ ഇല്ല ആ സാധനം. ഈ സാധനം എടുത്ത് ഓപ്പണിക്ക് ഞാൻ അവരുടെ വീട്ടിലാണ്, മോനെ എടുത്ത് ഞാൻ അവരുടെ ഉമ്മടുത്തും അവരുടെ കുഞ്ഞുമ്മ എല്ലാവരും ഉണ്ട് താഴേൽ, അവിടെ എല്ലാവരും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഞങ്ങൾ പേഴ്സണലായിട്ട് മേളിൽ നിന്ന് സംസാരിക്കുക. ഫോണിന് എടുത്തിട്ട് ഞാനിത് കേട്ടിട്ട് ഞാൻ കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത വൃത്തികെട്ട, അതായത് ഇന്നലെ വന്ന് ഞാൻ നിന്നതുപോലെ എന്ന് പറഞ്ഞ് ഭയങ്കര സെക്സി സംസാരങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ. അത് കേട്ട് എൻ്റെ ഹൃദയം പൊട്ടി, ഞാൻ നിലവിളിച്ച് ഭയങ്കര കരച്ചിലും ബഹളവും എല്ലാം വന്ന്. അങ്ങനെ അവരുടെ വീട്ടുകാരും ഉമ്മ എല്ലാവരും കയറി വന്ന് എനിക്ക് അറിഞ്ഞുകൂടാ,
എനിക്ക് ഉമ്മച്ചി അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഇക്കാൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളാന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു വോയിസ് റെക്കോർഡ് കുഞ്ഞുമായി കേൾപ്പിച്ചു. അവർ പറഞ്ഞു എനിക്കിതങ്ങ് കേൾക്കണ്ട, ഞങ്ങൾക്ക് അവർക്കാണ് അവരുടെ മോൻ്റെ വാക്കുകളല്ലേ, അത് കേൾക്കണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഉമ്മച്ചി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, നീയായിട്ടിരുന്നായിരുന്നെങ്കിൽ അവനെ പോകത്തില്ലായിരുന്നു. പെണ്ണുങ്ങളുടെ കഴിവേടാണ് ആണുങ്ങൾ ഇങ്ങനെ പോകുന്നത്. സജിനയുടെ അമ്മ അല്ല, എൻ്റെ അമ്മയല്ല, ഫിറോസിൻ്റെ ഉമ്മ. അപ്പം അതും കൂടെ ഞാൻ കേട്ടപ്പോൾ എനിക്കറിയത്തില്ല ചേട്ടാ, എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്നൊന്നും അറിഞ്ഞൂടെ. കാരണം പുള്ളിക്കാരനിൽ എന്ത് തെറ്റുണ്ടെങ്കിലും ഇവർ മിണ്ടത്തില്ല. കാരണം അവിടെ വേറെ സംഭവങ്ങളുണ്ട്, ഞാൻ അതിലോട്ട് വരാം. കാരണം എനിക്ക് അവരെ ഫാമിലിയെ പിടിച്ചിടണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ ഫിറോസ് ഖാനാണ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ഞാൻ ഈ പറയുന്ന ഇനി പറയാൻ വരുന്ന കാര്യങ്ങൾ കള്ളത്തരമാണെങ്കിൽ ഈ ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ പോയി തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഈ ചാനലിൽ വന്ന് നിൽക്കുന്നതിന് കാരണം എനിക്ക് വിശ്വാസമുണ്ട് ചാനലിനെ. കാരണം ഞാൻ പറയുന്നത് ഞാൻ കള്ളമാണോ സത്യമാണോ നിങ്ങളത് തിരക്കി കണ്ടുപിടിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ ആ സ്ഥലത്ത് പോയി തിരക്കുകയും ചെയ്യും. എന്നെക്കുറിച്ചും തിരക്കണം, ഫിറോസ് ഖാനെക്കുറിച്ചും തിരക്കണം. അപ്പം ഞാൻ പറയാൻ പോകുന്നതും അവരുടെ ഭയങ്കര ഫാമിലി കാര്യമാണ്. ഈ പുള്ളിക്കാരനെ ഇത്രയും സൈക്കോ ആവാൻ കാരണവും എന്താണെന്നുള്ളതിൻ്റെ കാരണമാണ്. എന്നെ ഇതെല്ലാം വിളിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് പുള്ളിക്കാരൻ. എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട അവസ്ഥകൾ വരുത്തിച്ചു ഫിറോസ്. അപ്പം ഇതുപോലെ തന്നെ പുള്ളിക്കാരനെ ഇതാക്കുന്നു, പുള്ളിക്കാരൻ്റെ വീട്ടുകാർ ഇങ്ങനെ പിടിക്കുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് അറിഞ്ഞൂടാ അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞാൽ അവിടെ ഒരു ബ്ലേഡ് ഇരുന്നു. ഞാനെടുത്ത് കൈ 2 വട്ടം മുറിച്ചു. എങ്ങനെ മുറിച്ചെന്ന് എനിക്ക് വാ തുറന്നതുപോലെ ഭയങ്കര കൈ മൊത്തം വലിയ 10-25 സ്റ്റിച്ച് ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ കൈ നിറച്ചിതായി. അവരെ ഉമ്മ തലയിറങ്ങി വീണിട്ട് അവരുടെ എന്തൊക്കെയോ മറ്റേ ഗിറ്റാറിൻ്റെ തലയിൽ നിന്നാണ് വന്ന് ഒരു ഉമ്മയുടെ തല പൊട്ടി. ഇവരാരെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ എടുത്തുകൊണ്ട് എൻ്റെ കുഞ്ഞുമ്മ നേഴ്സാണ്, കുഞ്ഞുമ്മയുടെ ഹോസ്പിറ്റലിലോട്ട് എന്നെ പൊക്കി എടുത്തുകൊണ്ട് പോയി. അപ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നില്ല, എന്താ ഞാൻ പറഞ്ഞത് കമ്പിയിൽ തട്ടിയെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് കുഞ്ഞുമ്മ സ്റ്റിച്ചിട്ടപ്പോൾ കുഞ്ഞുമ്മക്ക് മനസ്സിലായില്ല എന്താണെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയാൻ നിന്നില്ല, ഇതാണ് കാര്യം. അപ്പം ഫിറോസ് കാല് വിളിച്ചു പറഞ്ഞു, സച്ചിന ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവത്തില്ല, എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, ഇനി നീ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല മോളെ കഷ്ടമുണ്ട് മോളെ, ഇനി ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സലിഞ്ഞു. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതെല്ലാം പ്രശ്നങ്ങളെല്ലാം പോയി സോൾവായി. നമ്മൾ എറണാകുളത്തോട് ഷിഫ്റ്റ് ചെയ്തപ്പം വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത പെണ്ണുമായിട്ട് അത് ഞാൻ അടുത്ത കാര്യങ്ങൾ പൊക്കുക, ഫോണിൽ തന്നെയാണ് പൊക്കുന്നത്. അത് എനിക്കറിഞ്ഞൂടെ എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് വരും, ദൈവമായിട്ട് കൊണ്ടു തരുന്നെന്ന് പറയുന്ന കണക്ക് ഫിറോസിൻ്റെ തന്നെ ഒരു ഫ്രണ്ട് നമ്മൾ തന്നെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷന് ഒരു പെൺകുച്ചുമായിട്ട് എപ്പോഴും ഭയങ്കര സംസാരവും ഒക്കെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ എനിക്കും അറിയാവുന്നത്, നമുക്കറിയാവുന്നൊരു ഒരു സിനിമ സെറ്റാണ്. അപ്പം ഫാഷൻ റാമ്പിലൊക്കെ പോകുന്നത് അവരന്നേരം അവിടുന്ന് അതിൻ്റെ ഒരു മേക്കപ്പ് ഒരു തമിഴ് കുട്ടിയാണ്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സച്ചിന നീ ഒന്ന് ഫിറോസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഫിറോസും ഇങ്ങനെയായിട്ട് ഇവരുമായിട്ട് ഇങ്ങനെ കുറച്ച് സംസാരങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഒരു നടിയല്ല, ഒരു ഇപ്പം ബിഗ് ബോസിൽ ഒരു പ്രമുഖമായ ഒരു ബിഗ് ബോസ് താരത്തിൻ്റെ കോസ്റ്റ്യൂമറാണിത്. പുള്ളിക്കാരൻ കോസ്റ്റ്യൂമറാണ്. പുള്ളിക്കാരി അത്യാവശ്യം ഫേമസ് ആണിപ്പം. അപ്പോൾ പുള്ളിക്കാരിയായിട്ടാണ് സംസാരം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, അതും ഇതുപോലെ തന്നെ മാനസികമായിട്ട് ഞാൻ തളർന്നിട്ട് ഞാൻ വിശ്വസിക്കണോ വേണ്ട 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എപ്പോഴും അങ്ങ് ഇറങ്ങി ഒരുങ്ങി ഭയങ്കര ക്യൂട്ടായിട്ട് കുറേ മഞ്ഞ പാൻറ്റും ചുമന്ന ചെരുപ്പും അതും ഇതെല്ലാം ഇട്ടിട്ട് ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെൽ സെറ്റായിട്ട് ആളും ഇറങ്ങിപ്പോവും. ഷൂട്ടാന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അപ്പം ഞാൻ നമ്മളന്നേരം ചിന്തിക്കുന്നില്ലല്ലോ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഇതെല്ലാം ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. പുള്ളിക്കാരൻ പോവും. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരു ഇൻസിഡൻറ്റ് അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ ഞാനിത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പം പുള്ളി പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ നാട്ടിലോട്ട് വരും, കൊല്ലത്തോട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരനും എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടിരുന്ന ഒരു പുള്ളിക്കാരൻ, ഇവർ ജിമ്മേറ്റാണ്. അപ്പം ഇവനായിട്ട് ഇങ്ങനെ എവിടെ പുറത്തോട്ട് പോവാന്ന് പറഞ്ഞു. ഈ പിള്ളേർക്കൊക്കെ അവർക്കും ഇവരെല്ലാം കൂടെ ഇവനെ സപ്പോർട്ട് ചെയ്യാനുള്ളത് കറങ്ങാൻ പോകുമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകുമെന്ന് പറഞ്ഞു. അവർ ബോയ്സ് ഉള്ളി എന്ന് പറഞ്ഞിട്ട് പോയതാ. അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. എന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് റേഞ്ച് കിട്ടത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്കാം ഫോൺ കിട്ടത്തില്ല എന്ന് പറയുന്നു. അപ്പം ഫോൺ കട്ടാകുന്നു, സ്വിച്ച് ഓഫ് ആവുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ്റെ ഫോൺ നിറച്ച് കോൾ വെയിറ്റിങ്. കാരണം അവനെ വിളിക്കാൻ കാരണം എൻ്റെ അടുത്ത് മറ്റേ പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഫിറോസ് ആണ് അപ്പുറത്ത്. ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല, ഫിറോസിക്കയുടെ ഫോൺ ഓഫാ, ഫിറോസിക്ക് ഇങ്ങനെ പോയിക്കും. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അയ്യോ ഫിറോസിക്ക് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം ഞാൻ തർക്കിക്കില്ല. അന്നേരമില്ല, എൻ്റെ അടുത്ത് പുള്ളിക്കാരി പറഞ്ഞു ഉറപ്പായിട്ടും അപ്പുറത്തെ സൈഡിൽ ഫിറോസ് ഖാനാണ്. ഇവർ റൂമിൽ ഇരുന്ന് ഭയങ്കര സംസാരങ്ങളും ഉമ്മോടൊപ്പം അങ്ങനെയുള്ള കുറേ സംസാരങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സംസാരിക്കണം എന്താണെന്നുള്ളത് സജിന നോക്കിക്കോളാം.
അപ്പോഴത്തേക്ക് ഞാൻ പുള്ളിക്കാരൻ്റെ ഫോണിൽ വിളിച്ചു. പുള്ളിക്കാരൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഭയങ്കര കോൾ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ ആളുടെ ഫോൺ ഓഫ്, സെയിം ആ സ്ഥലത്തുള്ള മറ്റാളുടെ ഫോൺ കോൾ വെയിറ്റിംഗ് കോൾ വെയിറ്റിംഗ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം എൻ്റെ ഉമ്മയുടെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഉമ്മയുടെ ഫോണിൽ നിന്ന് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു ഇക്കടയിൽ കൊടുക്കുമെന്ന് ചോദിച്ചു. അന്നേരം ഉടനെ ഫിറോസ് കടയിൽ കൊടുത്തു ഫോണ്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്താ ഫിറോസ് കട ഫോൺ കിട്ടാത്തത്, ഇവൻ്റെ ഫോൺ കിട്ടുന്നുണ്ടല്ലോ. അതെൻ്റെ ഫോൺ ചാർജ് തീർന്നു പോയി സച്ചിന, അവൻ്റെ പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. എനിക്കറിഞ്ഞൂടെ അത് കുരുട്ടുബുദ്ധിയാണോ ആ സമയത്ത് ദൈവമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. മേ ബി ആൾക്കാർ പറയും ഇനി കുരുട്ടുബുദ്ധിയാന്ന് പറഞ്ഞാൽ കുരുട്ടുബുദ്ധി ആയിക്കോട്ടെ, എനിക്കറിഞ്ഞൂടാ. അപ്പം വീണ്ടും വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ ഇങ്ങ് തരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫോൺ തന്നിട്ട് ഞാൻ പറഞ്ഞു അവനെ ഞാൻ ഫിറോസ് മെസ്സേജ് ചെയ്യുന്ന കണക്ക് ഞാൻ അങ്ങോട്ട് ആ പയ്യന് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തു. എടാ ഞാൻ നേരത്തെ വിളിച്ച നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്യുമെന്ന് വെച്ചു. ഞാൻ തന്നെയാണ് ഡയൽ ചെയ്യുന്നത്, മെസ്സേജ് ചെയ്യാണ്. നോക്കുന്നില്ല. കാരണം മൊബൈലിൽ കാണിക്കുമ്പോൾ പുള്ളി എല്ലാം സേവ് ചെയ്ത് പുള്ളി ഇതിനകത്തൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്. അതിനകത്തല്ലേ വിളിച്ചത്. ഇല്ല ഞാനന്ന് ചൂടായി പ്രശ്നങ്ങളായിട്ട് എന്റെ ഫോൺ തന്നു എനിക്ക്. വിളിച്ചിട്ടില്ലല്ലോ. അപ്പം ആ ഫോൺ മേടിച്ചിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു, എടാ എനിക്ക് ആ നമ്പർ ഒന്ന് തരാം, ഫിറോസ് മെസ്സേജ് അയക്കുന്ന കണക്ക്. അപ്പോൾ തിരിച്ചു എനിക്ക് ഉടനെ അവൻ അതിനെക്കാട്ടിലൂടായപ്പോൾ എൻ്റെ ഉമ്മയുടെ നമ്പർ അയച്ചു. ഉമ്മയുടെ നമ്പർ ഇങ്ങോട്ട് അയച്ചിട്ട് ഞാൻ പറഞ്ഞു അന്നേരം പറഞ്ഞാടാ ഞാൻ ചുമ്മാ ഇട്ട് ചോദിച്ചാടാ ആ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അവനപ്പോൾ ഉടനെ ഉമ്മയുമായിട്ട് ഞാനും എൻ്റെ ഉമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചില്ലേ പുള്ളിക്കാരനെ ആ റെക്കോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ലടാ അവൾ എന്നെ പൊക്കി, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു അവൾ എന്നെ പൊക്കിയിട്ടുണ്ട്, നീ ആ നമ്പർ ഇങ്ങ് താ, മറ്റേൻ്റെ വോയിസ് റെക്കോർഡിങ് ഇട്ട് നോക്കിയപ്പം അതിനകത്ത് മോളെ നീ കരയണ്ട, അവളെ എന്തോ അഫെയർ പൊട്ടി ഇവൻ ആശ്വസിപ്പിക്കുന്നതും ഇനിയിപ്പം ഞാനില്ലേ നിനക്ക് കൂടെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ വിഷമിക്കേണ്ട, നിൻ്റെ ജീവിതകാലം ഫുള്ള് ഞാനുണ്ട് എന്നുള്ള കുറേ വോയിസ് റെക്കോർഡുകളും അവരെ കുറേ പ്രേമ കഥകളും ഒക്കെ കേൾക്കേണ്ട ഗതിയുടെ പിന്നെയും വന്നു. അവിടുന്ന് ഞാൻ ഈ പറയുന്ന അശ്ലീല സംഭാഷണമൊന്നും ഇല്ല. അതിനകത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അതായത് പ്രേമത്തിന്റെ തുടക്കമായിരുന്നു തോന്നുന്നത്. കാരണം അയാൾ ഭയങ്കര സൂയിപ്പീര്, കാരണം ഞാനുണ്ട് നിന്റെ കൂടെ എന്നുള്ളത്. ഇനി അവർ പോയിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് പറയണ്ട. പക്ഷെ മറ്റേതിനകത്ത് പോയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് സജിനയ്ക്ക് സംശയിക്കാൻ തക്കതായിട്ടുള്ള ഒന്നുമില്ല ഇവർ തമ്മിൽ സംസാരിക്കുന്നതിനകത്ത്. ഉണ്ടല്ലോ, അതിനകത്ത് പറഞ്ഞല്ലോ മോളെ നീ വെക്കേണ്ട നിന്റെ കൂടെ ഞാൻ ജീവിതകാലം ഫുള്ളുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എനിക്ക് വേണം, നിന്റെ സ്വഭാവം എനിക്ക്, അങ്ങനെ കുറേ, അതായത് പ്രേമകാര്യം പോലെ, അത് പ്രേമത്തിന്റെ സംസാരം പോലെ തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് അതും പൊക്കി, അതുമായിട്ട് ഞാൻ ആ പുള്ളിക്കാരെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ജീവിതം, എന്നിട്ട് ഞാൻ പുള്ളിക്കാരെന്ന് പറഞ്ഞു എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് എന്തോന്നറിയോ, 6 മാസം പോലും ആയിട്ടില്ല ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടാണ് നിങ്ങൾ. അന്നേരം പറഞ്ഞു പുള്ളിക്കാരി എന്നെ കുറേ മാപ്പ് പറഞ്ഞു, അങ്ങനെയല്ല എൻ്റെ അബദ്ധവശം ഞാൻ അങ്ങനെ ആയിപ്പോയതാണ്, എനിക്ക് ഇങ്ങനൊരു സംഭവം ഇൻസിഡൻറ്റ് വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഇതായിപ്പോയതാണ്, മോളെ വേറെ ഒന്നും തോന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ എന്നെ കൊല്ലാക്കൊലയാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കയറി വീണ്ടും മരിക്കാൻ വേണ്ട രീതിയിൽ ഞാൻ തൂങ്ങാൻ പോയപ്പം അവിടുന്ന് എൻ്റെ കാല് പിടിച്ച് സച്ചിന അങ്ങനെ ചെയ്യലും ഇങ്ങനെ ചെയ്യലും മറ്റേ തയ്യലും പറഞ്ഞിട്ട് വന്നു. വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പം പിന്നെ ഫേസ്ബുക്കിൽ കുറേ ചാറ്റിങ്ങുകളായാലോ, കുറേ പെണ്ണുങ്ങളുമായിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ പിന്നെ 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 തുടർന്ന് ഞാൻ കുറേ സാധനങ്ങൾ കാണുക. എനിക്ക് കഥകൾ പറയാനാണെങ്കിൽ ഇതിനിടയ്ക്കാണ് നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നത്. അല്ലല്ല അതൊക്കെ ഉണ്ട്, അത് പിന്നെയാണ്. അങ്ങനെ കുറേ ആയി, അതായത് കുറേ കഥകളും കുറേ പെണ്ണുങ്ങളെ പൊക്കി 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 ലാസ്റ്റ് നമ്മൾ പറയുമല്ലോ നമ്മളൊന്ന് മരയിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ലാസ്റ്റ് ഞാൻ തീരുമാനമെടുത്തു, ഫിറോസെ എനിക്ക് ഈ ലൈഫ് വേണ്ട. ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഉമ്മയെടുത്തും പറഞ്ഞു, ഞാൻ പറഞ്ഞു. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു പെൺകൊച്ചിനുമായിട്ട് അത് ഞാൻ കണ്ട കാര്യം കേട്ടോ. ലൊക്കേഷനിൽ പോയിട്ട് ഇവരൊരു സിനിമ സെറ്റ് ചെയ്ത് അവിടെ പോയിട്ട് ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത് സജിന ഞാൻ അവിടെ സെറ്റിൽ നിൽക്കുക, എനിക്ക് രാത്രി നൈറ്റ് ഷൂട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ ആ പെൺപിള്ളാരോ, അവർ രണ്ടുപേരും അങ്ങ് പോയി, അവർ രണ്ടുപേരും പോയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇതുപോലെ എനിക്കെന്തോ സംശയം തോന്നിയിട്ട് ഞാൻ വേറെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞു അത് സജിന അവർ പോയിട്ടില്ല, അവർ മറ്റേ അപ്പുറത്തെ റൂമിൽ ഏതോ ഒരു അപ്പുറത്തെ റൂമിൽ അവർ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഇതുപോലെ സംശയം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഫിറോസിനെ വിളിക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അരുൺ ചേട്ടന് കുറേ പേര് അവരുടെ ഷൂട്ടിലുള്ള കുറേ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് സജിന, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കുന്നത്, ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുക, നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് ഫോണങ്ങ് ഓഫാക്കി കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ എന്തോ ചെയ്ത് അരുൺ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടല്ലോ. അപ്പോൾ അരുൺ ചേട്ടനെ ഞാൻ വിളിച്ചു, അരുൺ ചേട്ടാ എന്ത് ചെയ്യും ഫിറോസൊക്കെ ഒന്ന് കൊടുത്തു. മോളെ അതാ അവൻ അപ്പുറത്തെ റൂമിൽ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, ഞങ്ങളെല്ലാവരും ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. കേട്ടോണം. അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ കയറിയിട്ട് ഞാൻ ചോദിച്ചു മറ്റേ പുള്ളിക്കാരിയോ, അതിപ്പുറത്തെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ വിളിക്കുന്നതും
ഞാൻ അവിടെ ചെന്ന് കയറുന്നതും അപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്ത് ചാത്തന്നൂർ തന്നെ ഇത് ഷൂട്ട് നടക്കുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് കയറുമ്പം ഞാൻ പോയി നോക്കുമ്പം പുള്ളിക്കാരിയാണ് വന്ന് കഥ തുറക്കുന്നത് അവിടെ സെറ്റിൽ. പുള്ളിക്കാരി വന്ന് കഥ തുറക്കുമ്പം ഈ പുള്ളിക്കാരി കിടക്കുന്ന റൂമിൽ അതും അടച്ചു കിടക്കുന്നു, ഇതും അടച്ചു കിടക്കുന്നു. ഫിറോസ് ഖാൻ്റെ റൂമിൽ നിന്നാണ് ഇറങ്ങി വന്നതെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. കാരണം അവിടുത്തെ മാത്രം കഥ തുറന്ന് കിടക്കുന്നത്. ഞാൻ കയറിപ്പോയി അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അടിയും ബഹളം ഉണ്ടാക്കി. ഞാൻ അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര വയലൻ്റായി. എല്ലാവരും വന്നു, എല്ലാവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ കണ്ടില്ല ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാവരും അവിടെ എല്ലാ സെറ്റിലും എല്ലാവരും അറിഞ്ഞ കാര്യം അത്. വന്നു, ഞാൻ കരഞ്ഞു പിടിച്ച് ഞാൻ ഇറങ്ങി അവിടെ നിന്ന് വന്ന് വീട്ടിൽ വന്ന് കൊച്ചിൻ്റെ ചിലവിനോ കുഞ്ഞിനുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തു തരത്തില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അരി എടുത്തുകൊണ്ട് വരണം. ഒരു വാടക വീട്ടിലാണ്. ആ വാടക വീട്ടിൽ നിൽക്കുമ്പോൾ പോലും കൊല്ലത്ത് തന്നെ കുറേ കഴിയുമ്പോൾ കൊല്ലം എറണാകുളം ഇങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം വാടക ആ സമയത്ത് ഞാൻ വർക്കും ചെയ്യുന്നില്ല, എനിക്ക് ഒരു വകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പുള്ളിക്കാരനെ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുക. കാരണം ഇത് എത്രയെന്ന് പറഞ്ഞാൽ നമ്മളൊരു പെണ്ണ് സഹിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഇൻഡിവിജ്വലായിട്ടൊരു വർക്ക് ചെയ്യണം. ആ സമയത്ത് ഞാൻ ചെറിയ വർക്കുകൾ, ഷോർട്ട് ഫിലിമുകൾ, അതേപോലെ ചെറിയ കുഞ്ഞു ഫിറോസിൻ്റെ തന്നെ. ഈ ഫിറോസ് ഖാൻ ഇല്ലാതെ ഞാൻ എവിടെയും പോയിട്ടില്ല. പുള്ളിയുടെ കൂടെ തന്നെ ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ടുള്ളൂ. അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു എന്തിനാണ് ഞാൻ ഈ സ്ട്രഗിൾ ചെയ്യുന്നത്, വേണ്ട, ഈ ലൈഫ് വേണ്ടാന്ന് വെച്ച് ഇവൻ്റെ പല വൃത്തികേടും കണ്ട് അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു എനിക്ക് വേണ്ട എന്ന് തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞ് ഞാനൊരു പണിഷ്മെൻറ്റ് പോലെ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിർദോസ് എന്ന് പറഞ്ഞ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സച്ചിൻ സത്യമായിരുന്നോ ഒരാളുടെ കൂടെ പോയി? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ലില്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ വാക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എൻ്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ സജിനെ ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിക്കാനല്ല, ഇവനുള്ളൊരു പണിഷ്മെന്റ് പോലെ. ക്ഷമിച്ചോ അങ്ങനെ പോയത്? ആരാ? ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സച്ചിന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിന്റെ കുറെ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ പറവൻ. അവൻ കരഞ്ഞ് ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവനെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുവാന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം, ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ടുകൊടുത്ത സാധനമാണത്. അല്ല, ഈ നമ്മൾ ഈ മനഃപൂർവ്വം ഇട്ടുകൊടുത്തു എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോയല്ലോ. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല ചേട്ടാ, എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കുക എന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്കിപ്പോൾ വേറൊരാളുടെ കൂടെ പോകണമെങ്കിൽ ആ ആളുമായിട്ടൊരു റിലേഷനോ ഒരു അഫയറോ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറേ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരാളുടെ അറ്റാച്ച്മെൻറ്റ് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പം എൻ്റെ കൊച്ചു പ്രായവുമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും 5-6 വാക്ക് പറഞ്ഞാൽ നമ്മൾ വീണു പോകും. കൊല്ലത്ത് തന്നെ? അല്ലല്ല, മലപ്പുറം ആ ഏരിയയിലായിരുന്നു. ഓ ശരി. അത് അങ്ങനെ നിങ്ങൾ അങ്ങനെ പോയെങ്കിലും വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോകുന്നു. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ചു കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അപ്പോൾ ഈ കൂടെ വന്നയാളോ? അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി ഇത് ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. നമ്മൾ ശരിക്കും അയാളെ പറ്റിച്ചതാണോ?
ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. ഓ ഞാൻ എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം നീട്ടാൻ ഒരാളെ ഞാനത് ഒരാളെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. അയാളിപ്പോ അറിയാമോ എവിടെയുണ്ടെന്നോ എന്താണെന്നോ അറിയാം? ഒന്നുമില്ല, അവര് അന്നേ നമ്മൾ അതെല്ലാം അന്നേ വിട്ട കാര്യം. അതിന്റെ പേര് കേസോ വഴക്കോ വല്ലതും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഒന്നുമില്ല. അത് ആ സംഭവം. അപ്പൊ സജിനെ തേടി ഇദ്ദേഹം മലപ്പുറത്ത് വന്നോ? എവിടെ നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വന്നോ? ഞാൻ തിരിച്ചു വന്നു ഇങ്ങോട്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു അതൊരു ഷൂട്ടിന്റെ പർപ്പസ് ആയിട്ട് പോയ സാധനമാണത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിനായിട്ട് പോയതാ. കാരണം ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും അവരെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് അറിയാം ഇതിൻ്റെ കഥകൾ മൊത്തം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുമായിട്ട് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ എൻ്റെ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഓക്കെ പറഞ്ഞത് അവർ. പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഞാൻ അതില്ലാന്നും പറയുന്നില്ല, അവിടെ എനിക്കൊരു ഇഷ്ടവും അവിടെ പുള്ളിക്കാരനൊരു ഇഷ്ടം തോന്നി, പുള്ളിക്കാരനും എൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയായിരുന്നു. പക്ഷേ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയതാണ് ശരിക്കും. പോയതേ അല്ല, അത് ആ സാധനം ഉണ്ടാക്കിയത് തികച്ചും നമ്മളൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഒരിക്കലും പോകാൻ വേണ്ടിയിട്ടോ, കാരണം ലീഗലി കല്യാണം കഴിച്ച ഒരാൾ ഡിവോഴ്സ് ചെയ്യാതെ ഒരാളോട് പോകാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇയാളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു സാധനമാണ്, തികച്ചും ക്രിയേറ്റീവ് ആയിട്ടൊരു അല്ല. ഇനിയിപ്പോൾ ആൾക്കാർ ഇത് വിട്ട് പറഞ്ഞുകൊണ്ട് എന്നെ മാറുമായിരിക്കും. സജിൻ എങ്ങനെ പറഞ്ഞു, സജിൻ അങ്ങനെ പറഞ്ഞു. എൻ്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പോഴും പച്ചയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെന്നും പറയുന്നില്ല. ആ പ്രായത്തിൽ തോന്നിയ ഒരു പൊട്ടത്തരം. ആ വീഡിയോ സജിനെ അയച്ചു കൊടുത്ത വീഡിയോ ഈ ഫിറോസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അന്നത്തെ വീഡിയോ. അതായത് അത്രയും വർഷം കേട്ടോണം, അത്രയും വർഷം, ഒരു 2010-11 ആ വർഷം, ആ കാലഘട്ടത്തിൽ. നിങ്ങൾ ഈ സെക്കൻഡ് മാരേജ് കഴിക്കുന്ന ഏത് വർഷമാണ്? 2009-8 ആയിരുന്നു നമ്മളെ കല്യാണം വരുന്നത്. ഓക്കെ. അപ്പൊ അതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇത് അടുപ്പിച്ച്, അതായത് ഈ ഒരു 1.5-2 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ചു വന്നപ്പോ ഇയാളുടെ പ്രതികരണം എങ്ങനെയാ? ഇപ്പം ഇദ്ദേഹം കരഞ്ഞു കാല് പിടിച്ചിട്ടാണ് തിരിച്ചു വന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു വർഷം ഒരു വൃത്തികേടിനും പോയിട്ടില്ലായിരുന്നു. പക്കാ ഫാമിലി മാൻ. എനിക്കറിയില്ല, ഞാൻ എന്റെ കണ്ണി കണ്ടിട്ടില്ല. പിന്നെ ഒരു വർഷം, പിന്നെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു വർഷം കൊണ്ട് ഈ സജിനയ്ക്ക് ഈ ഫിറോസിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റം വന്നു. അതായത് ഇദ്ദേഹം ഭയങ്കര സ്നേഹം, എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, എൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. അതായത് എൻ്റെ ഫിറോസ് ഖാൻ അങ്ങ് മാറി. അതായത് ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചിനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന, എൻ്റെ കുഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞ് കാരണമാണ് ജീവൻ തകർന്നതെന്ന് പറഞ്ഞ ഫിറോസ് ഖാൻ ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ഒരു വർഷം പോലും പോയോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു കാര്യം പറയട്ടെ ഏട്ടാ, ഞാൻ തിരിച്ചു വരണമെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തിൽ പോകണമെങ്കിലോ എനിക്ക് ഇമ്പോർട്ടൻ്റ് അയാൾ തന്നെ ആയതുകൊണ്ടാണല്ലോ ഞാൻ തിരിച്ചു വരുന്നത്. ഉറപ്പായിട്ടും ഞാൻ അയാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടും നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതങ്ങ് നിന്നൂടായിരുന്നു. ഈ ആ വിശ്വാസം പിന്നെ എപ്പോഴാണ് നഷ്ടപ്പെട്ടെ? വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോ പെണ്ണുങ്ങളെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പൊക്കുവാണ്. അതായത് അതിനുശേഷം ഞങ്ങളൊരു സൂര്യജോഡി നമ്പർ 1 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് പോകുന്നു, സൂര്യ TV-യിൽ. അവിടെ ചെന്നപ്പോഴാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനകത്തുനിന്ന് ഒരു പെൺകൊച്ചിനെ കയറി ഞങ്ങളെല്ലാവരും കൂടെ പാർട്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും ഓപ്പോസിറ്റ് ഒരു കണ്ണാടി കൂടെ ബാത്റൂമിനകത്ത് ഈ കൊച്ചിനെ കയറി ഉമ്മ വെക്കുന്നത് ഞാൻ കാണുന്നത്. ഇപ്പോൾ ആ കൊച്ചി എൻ്റെ അടുത്ത് സത്യാവസ്ഥ പറയുന്നുണ്ട്, അവരുടെ കൂടെ നിന്ന് പറഞ്ഞ് ഞാനല്ല ഫിറോസ് ഖാൻ കയറി പിടിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ച ആ പെണ്ണിനെ ഫ്രഞ്ച് ചെയ്യുന്നതും ഇങ്ങനെ പിടിച്ചു പോകുന്നതാണ് ഞാൻ കാണുന്നത്. എനിക്ക് അപ്പം രണ്ടുപേരും ഒരു പെണ്ണിനെ തൊടുമ്പം, ഞാൻ അതിനെ കുറ്റം പറയുകയല്ല, പെടുമ്പം നമ്മൾ കുതറി മാറുകയല്ലേ ചെയ്യുന്നത്. അല്ലല്ല, ഒരു ആക്ടറാണ്. അപ്പം അത് വന്ന് കണ്ടുപിടിച്ചു. അതും ഇതുപോലെ സെറ്റിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു. ഞാൻ ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ പോയി. അപ്പോഴും ഫിറോസിന്റെ പിന്നാലെ ചാരക്കണ്ണുണ്ടായിരുന്നു സജിനയുടെ, അല്ലെ? അതോ യാദൃശ്യമായിട്ട്? അത് യാദൃശ്യമായിട്ട് കണ്ടതാ. എനിക്ക് വിശ്വാസം, പുള്ളി കുറേ നാൾ അങ്ങനെ ജീവിച്ചപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ സംശയമില്ല. ഇതൊന്നും ഞാൻ സംശയം കൊണ്ട് ചെയ്ത കാര്യങ്ങളേ അല്ല. എന്തോ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, എന്തോ കാരണം കൊണ്ട് എൻ്റെ ലൈഫിലോട്ട് വന്നു പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ. എനിക്കറിയില്ല, അത് ഞാനതാ പറഞ്ഞത്. മേ ബി നമ്മളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് കാരണം നമ്മൾ പറയത്തില്ല, ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് കിട്ടുമെന്ന് പറയുന്ന കണക്ക് ഒരു സാധനമാണ് എനിക്ക് വന്നത് അവിടെ. അങ്ങനെ അതും ഇതുപോലെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പുള്ളിയുടെ പഴയ ക്യാരക്ടർ വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വസ്തു മേടിക്കുന്നതും, എൻ്റെ ഉമ്മ കുറച്ച് ലോണൊക്കെ വെച്ചിട്ട് കുറച്ച് വസ്തു മേടിക്കാനുള്ള സ്ഥലം, കാരണം വാടക വീട്ടിലല്ലേ, വസ്തു മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി മേടിച്ചിട്ട് അതിനകത്തുനിന്ന് ഫൗണ്ടേഷൻ വെക്കാനും ഓരോ കാര്യങ്ങളും. പിന്നെ ഞാൻ വർക്കിനും ഇറങ്ങാൻ തുടങ്ങിയല്ലോ. അപ്പോൾ എൻ്റെ വരുമാനം, ഞാൻ വർക്കിന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പിന്നെ ജോലിക്ക് പോകത്തില്ല. അങ്ങനെ ജോലിക്ക് പോകാൻ മടിയാണ് അന്നേ. ഞാനാണ് എന്തെങ്കിലും ചെറിയ കുഞ്ഞു വർക്കുകൾ കിട്ടുമ്പോഴാണ് അതിനകത്ത് കയറി ഓടി പോയി പിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ലാസ്റ്റ് ജോലിക്കും പോവാതെ അതും കൂടുതലും ഇങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നിട്ട് പറയും, ഫിറോസ്ക്ക ജോലിക്ക് പോകും, കാരണം എനിക്ക് എല്ലാം കൂടെ താങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോക്ക് ചിലവിന് കൊടുക്കാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ ചിലവിന് കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടുകാർക്ക് വേണ്ട, എൻ്റെ ഉമ്മയ്ക്കൊന്നും വേണ്ട, എൻ്റെ ഉമ്മയ്ക്ക് 2 മക്കൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പെറ്റ എൻ്റെ കുഞ്ഞിനെ 4 ക്ലാസ് വരെ എൻ്റെ സിസ്റ്ററാണ് എൻ്റെ ചിലവിന് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം ഇവൻ പൈസ കൊടുക്കാൻ എൻ്റെ ഞാൻ ചെയ്ത ജോലിക്കുള്ള പൈസ പോലും പുള്ളിക്കാരൻ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അന്ന് മൊത്തേ ഈ പ്രശ്നം തന്നെയാണ്. പിന്നെയും സഹിച്ച് പോട്ടെ ഇനി എനിക്ക് അടുത്തൊരു അലിഗേഷനും ഒരു കുലുമാലി പോയി വീണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ സഹിച്ച് അങ്ങേയറ്റം ഈ ബിഗ് ബോസിന് വരുന്ന സമയത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മൾ വിചാരിക്കുമ്പം നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഭയങ്കര ഹാപ്പി കപ്പിൾ, നമ്മൾ പറയത്തില്ലേ, പുറമേ കാണുന്ന ഒന്നും ഒരിക്കലും നല്ലതല്ല. നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര കളർഫുള്ളായിട്ട് ഓരോരുത്തരുടെ ലൈഫ് കാണിക്കുന്നത് അവരുടെ ഉള്ളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിനെക്കാട്ടിലും അപ്പുറമായിരിക്കും. അതിന്റെ സെറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? അതിലും ഒരു സംഭവം നടന്നിട്ടുണ്ട്, പക്ഷെ അത് കളർ മാറ്റി പ്രാങ്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുള്ളിക്കാരൻ അതിൻ്റെ കൂടെ തന്നെ എന്നെ സംശയങ്ങളും ഉണ്ട്. അതായത് കുറേ ആൾക്കാരെ വെച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ട് അത് സംശയങ്ങൾ വരുന്ന പിന്നെയാണേ. ഇവനെ ഞാൻ വർക്കിന് ഇറങ്ങിയപ്പോൾ ഈ നമ്മൾ പറയത്തില്ലേ, നമ്മൾ തെറ്റ് ചെയ്യുന്നവർക്കാണ് മറ്റുള്ളവരെ സംശയം വരുന്നത്, അല്ലാതെ ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് സംശയം വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംശയം കൊണ്ടല്ല, എനിക്ക് ആ ഇൻഡ്യൂഷൻ കിട്ടി. ഓരോരുത്തരും എന്നെ അടുത്ത് വിളിച്ച് പറയുന്നത് അങ്ങനെയാണ് എനിക്കിത് പൊക്കി ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും അയാളെ സംശയിച്ച് ഞാൻ അയാളോട് സംശയിച്ച് ആ രീതി ഞാൻ നിന്നിട്ടേ ഇല്ല ഫിറോസ് ഖാൻ്റെ കൂടെ. അങ്ങനെ നിന്ന് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ വന്ന സമയത്ത് ബിഗ് ബോസിനകത്ത് മണിക്കൂട്ടൻ ചേട്ടൻ ഒരു ഗെയിമിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം, മണിക്കൂർ ചേട്ടൻ എന്നെ ഒരു പെങ്ങളെ പോലെ എന്നെ കണ്ടേക്കുന്നത്. മണിക്കൂർ ചേട്ടൻ്റെ ഒരു ആപ്പിൾ എടുത്തിട്ട് നമ്മൾ ആ സ്ക്രിപ്റ്റിനകത്ത് ചെയ്യുന്നതാ, കടിച്ചിട്ട് നമ്മളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോമഡിയിൽ ഒരു സാധനം ആപ്പിൾ എന്നെ കൊണ്ട് തരുന്നു, ഞാനിത് കടിക്കുന്നു. ഇത് ഫിറോസിന് അവിടെ കണ്ടിട്ട് എന്തോ ട്രിഗർ ചെയ്തോ എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഫിറോസ് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ദേഷിച്ച് നോക്കുന്നു. എൻ്റെ അടുത്ത് നീ എന്തിനാ അത് കടിച്ചതെടുത്ത് തിന്നുന്നത്, നീ എന്തിനാ അവനെ നിനക്ക് വേണോ? ഈ പുള്ളിക്കാരന് മറ്റൊരു ഇൻസിഡൻറ്റ്, അവിടെ ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പുള്ളിക്കാരന് പിന്നെ എന്നെ ഒരു ഡൗട്ടാണ്. കാരണം ഞാൻ ഇനി ഇട്ടിട്ട് പോവുമോ, ഞാൻ ഇനി അങ്ങനത്തെ ഉള്ളതാണോ, ആ ഒരു സംഭവത്തിൻ്റെ ഒരു സംഭവം പുള്ളിക്കാരനുണ്ട്, ഭയമാണോ എന്താണോ അത് പക്ഷെ ഞാൻ വിചാരിച്ചത് എൻ്റെ അടുത്ത് മാത്രമാണ്. പക്ഷെ എൻ്റെ അടുത്ത് മാത്രമല്ല, ആദ്യത്തെ ഭാര്യ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരും പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ അതിനെക്കാട്ടിലും സംശയമായിരുന്നെന്ന്. പിന്നെയാണ് ഇതിൻ്റെ കാരണം, ഇതിൻ്റെ ഒരു ഈ പുള്ളിക്കാരന് ഈ പെണ്ണുങ്ങളടുത്ത് ഒരു വിലയില്ലാത്തതിൻ്റെ ഒരു കാരണം പ്രത്യേകിച്ച് വലിയൊരു സാധനമുണ്ട്. അത് ഞാൻ അങ്ങോട്ട് പറയാം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അങ്ങനെ അവിടെ ഭയങ്കര അടിയായി. അവൻ ലാസ്റ്റ് എന്നെ ഇതാക്കിയപ്പം ലാസ്റ്റ് ഇത് പയ്യെ പുള്ളിക്കാരൻ അപ്പോഴായിരിക്കും തോന്നിയത് ഇത്രയും ക്യാമറ ഉണ്ടെന്നുള്ളത്. അപ്പം പെട്ടെന്ന് പുള്ളി അത് നിങ്ങൾ തമ്മിൽ പ്രശ്നമായോ അവിടെ? തമ്മിൽ തന്നെ എന്നെ, അതായത് എന്നെ ഇട്ട് ടോർച്ച്, ഞാൻ ഒരിക്കലും ഈ സംഭവം ഒന്നും എഡിറ്റഡ് അല്ല അല്ലേ? അതെ, അവിടെ 24 hours ആ സമയത്തില്ല. 24 hours ഉണ്ടായിരുന്നെങ്കിൽ ഫിറോസ് ഖാൻ എല്ലാം കൂടെ വലിച്ചു കയറിയാണ്. കാരണം 24 hours ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവൻ എന്നെ അടുത്ത് ആദ്യം കാണിക്കുന്ന സാധനങ്ങളൊന്നും വന്നേനെ. കാരണം ഇതെന്ന് പറയുമ്പം നമ്മൾ പ്രാങ്ക് ആണെന്ന് ആക്കി എടുത്തു ഫിറോസ് എൻ്റെ അടുത്ത്. അതായത് പിന്നെ ഉടനെ പറഞ്ഞു ഫിറോസിന് ആദ്യത്തെ രീതിയിൽ ഒരിക്കലും പ്രാങ്ക് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഫിറോസ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പ്രാങ്ക നമുക്ക് നിന്നെ ഫേസിൽ നമ്മൾ അവിടെ വീട്ടിലൊക്കെ വരുമ്പോൾ അങ്ങനെ അടിക്കുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും. എപ്പോഴും ആ ഒരു ആക്ഷൻ നമ്മൾ ചുമ്മാ ഇവിടുന്ന് കാണിച്ചു അന്നേരം പറഞ്ഞു നീ അത് പ്രാങ്ക് അവനെ പ്രാങ്ക് ആക്കാൻ വേണ്ടി നീ വേറെ ഒന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇന്നെല്ലാം പക്കയായിരുന്നു കേട്ടോ അതിനകത്തുള്ള മാനസികമായിട്ട്. കാരണം ഇവനിങ്ങനൊരു സംശയം ഇങ്ങനോട് ഉണ്ട്, ആരോടെ മിണ്ടിയാലും സംശയമാണ്, എനിക്ക് പേടിയാണ് ആരോടെങ്കിലും മിണ്ടാനും. അങ്ങനെ ഒരു സൈക്കോ ക്യാരക്ടർ ഇവനുണ്ട്. കാരണം അടിക്കവും ഇടിക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ കുറേയൊക്കെ വിട്ട് പോകുന്നുണ്ട്, കാരണം പഴയ കാര്യങ്ങളല്ലേ, ഇതെല്ലാം നമ്മൾ ഓർത്തോർത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. ദേഹ ഉപദ്രവവും ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു. ഇവന് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ദേഷ്യം എടുത്ത് എറിഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോകും, നമ്മളെടുത്ത് കിട്ടുന്ന സാധനം നമ്മൾ ദേഹത്തോട്ട് എറിയും, അടിക്കുകയും ഒക്കെ ഭയങ്കര ദ്രോഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഈ സാധനങ്ങളൊക്കെ വന്ന് പുള്ളിക്കാരനെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു, അവിടെ പ്രാങ്ക് ആക്കി കഴിഞ്ഞു. അതിന് ശേഷവും വന്നിട്ട് ഇതുപോലെ തന്നെ ടോർച്ചറിങ്ങും ഓരോ ആൾക്കാർ വർക്കിന് പോകുന്ന അവരെ വെച്ചിട്ട് എന്നെ കൂട്ടി പറയാൻ തുടങ്ങും. അതായത് ഒരാൾ പറഞ്ഞോ ചേട്ടാ, 2 പേരെ പറഞ്ഞോ, എന്നാലും നമുക്ക് വിഷമിച്ച് പറഞ്ഞു മനസ്സിലാക്കാം. ഇത് ഇപ്പം ചേട്ടനോട് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാം, ഫിറോസ് ഖാൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തിനാ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ നിന്നെ എന്നായിരിക്കും പറഞ്ഞിട്ട് അവിടെ നിന്ന് നീ അവനെന്തിനാ അങ്ങനെ നോക്കി, അവൻ നിന്നെ എന്തിനിങ്ങനെ നോക്കി, എനിക്കറിയത്തില്ല ചേട്ടാ. പിന്നെ ലാസ്റ്റ് അഭിനയിക്കുന്നിടത്ത് വരെ പുള്ളിക്കാരനെ ഞാൻ കൊണ്ടിരുത്തേണ്ട ഗതിയോട് വന്നിട്ടുണ്ട്. പിന്നെ പേടിച്ചിട്ട് എനിക്ക് പേടിയാണ്. എന്നാൽ അവൻ ചെയ്ത തെറ്റുകളോ അതൊന്നും ഒരിക്കലും തെറ്റുമല്ല. ഈ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ മറ്റുള്ളവരെ സംശയിക്കുന്നത്.
അതിനുള്ള കാരണം ഞാൻ ഇപ്പോഴും ഞാൻ മാപ്പ് പറഞ്ഞിട്ടാണ്, അവരുടെ വീട്ടുകാരുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത്. എന്നെക്കൊണ്ട് ഫിറോസ് ഖാൻ പറയിപ്പിച്ചതാണ്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ പോയി ചേട്ടൻ തിരക്കി നോക്കിയാൽ മതി. ഫിറോസിന് പെണ്ണുങ്ങളോടൊരു ബഹുമാനമോ പെണ്ണുങ്ങൾ യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ് പുള്ളിക്കാരന്. കാരണം ഏതൊരു പെണ്ണിനെ കിട്ടിയാലും യൂസ് ചെയ്യുക കളയുക. അത് ആദ്യത്തെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആദ്യത്തെ വൈഫിനെ വെച്ചുകൊണ്ടിരുന്നപ്പോഴും താരോത്സവം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു പെൺകൊച്ചിനെ സ്നേഹിച്ച ഒരു ആർട്ടിസ്റ്റിനെ, ആരെയും ഞാൻ അത് വലിച്ചിടാത്തത് കാരണം തികച്ചും അവരൊന്നും എന്നെ ദ്രോഹിച്ചിട്ടില്ല. ആരുടെയും ഞാൻ പേര് വലിച്ചിരുന്നില്ല. കാരണം ഇവനങ്ങോട്ട് പോയിട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പുള്ളിക്കാരി എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. താരോത്സവത്തിൽ നിന്ന് അന്നേ ഈ സാധനം ഉണ്ടെന്നുള്ള. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് പുള്ളിക്കാരി ഭയങ്കര പിഴച്ചതാണ്, അവൾ അങ്ങനെ പോയി കുറേ ആണുങ്ങളോട് പോയി ഇവനോട് പോയി മറ്റേതോട് പോയി എന്നുള്ള കഥകളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്താടെ കുറിച്ച്. അപ്പോൾ ഇത്താ പറഞ്ഞത് താരോത്സവത്തിൽ ആർക്ക് വേണമെങ്കിൽ സജ്ജന ഒന്ന് ചോദിച്ചോ, അവിടെ ഉള്ള ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായി അവരുടെ അച്ഛനും അമ്മയും കൂടെ വിളിച്ച് ഇത്താൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, അത് എൻ്റെ മോക്ക് നിന്റെ ഭർത്താവിനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക, നീ അതെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, എനിക്കത് പറ്റത്തില്ല, അവളെ വശീകരിച്ചെടുത്തേക്കും, അവൾ ഒരു വിധത്തിൽ മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പ്രശ്നങ്ങളും അവൻ്റെ വീട്ടിൽ പോയി ഇവർ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങനെ കുറേ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇവർ ആരൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ട്, പൊക്കിയിട്ടുണ്ട്. ആർട്ടിസ്റ്റ് അല്ലാതെ കുറേ കൊച്ചു പെൺപിള്ളേരോടെയാണ് ഇവന് ഇൻട്രസ്റ്റ് എന്നുള്ള രീതി. കാരണം തികച്ച് ഞങ്ങളത്തെ ഒരു പെണ്ണുങ്ങളോട് ഒരു ബഹുമാനമില്ല. ബിഗ് ബോസിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അന്നേരം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫിറോസ് ഖാനെ പേടിയാണ്. അറ്റടിക്ക് എന്നെ ഇടിക്കും ബഹളം എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് പേടി തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് അവൻ്റെ പൊക്കുമ്പോഴും ഞാൻ ഈ പറയുന്ന കണക്ക് നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ കരഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത് എൻ്റെ പ്രതികാരം. കാരണം എൻ്റെ അടുത്ത് തിരിച്ച് പ്രതികരിക്കുന്നത് പോലും എനിക്ക് തോന്നും ഞാൻ പോയെന്നുള്ള സംഭവം തന്നെ ആ വീഡിയോ തന്നെ കാണുമ്പോൾ അറിയാം. പോകുന്ന ഒരാളിങ്ങനെ ചിരിച്ചും കളിച്ചുമാണ് പറയുന്നത്. അതുപോലും ഞാൻ ആ പൊട്ടത്തരം പ്രായത്തിൽ കാണിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്താലേ ഞാൻ കറക്റ്റ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ആ വീഡിയോ ചേട്ടൻ കണ്ടു നോക്കിയാൽ മതി. അതിനകത്ത് പറയുന്ന വോയിസ് പോലും കട്ട് ചെയ്തായിട്ടിരിക്കുന്നത്. ഇവൻ വിളിച്ച് കരയുന്നൊന്നും അതിനകത്തില്ല. ഞാൻ പറയുന്നത് താൻ അനുഭവിക്കും, താൻ എൻ്റെ കൂടെ കാണിച്ചിട്ടുള്ളതുകൊണ്ടല്ലേ തന്നെ ഇട്ടിട്ടാടും, എനിക്ക് തന്നെ വേണ്ടടോ എന്ന് തന്നെ ഞാൻ പറയുന്നത്. അതിനകത്ത് തന്നെ വിട്ടു. എന്നിട്ട് കുഞ്ഞിനെ ഞാൻ പറയാം, ആ കുഞ്ഞിനെ ഒരു കാര്യം ചെയ്യും, ഞാൻ നോക്കിക്കോളാം. ഈ പറയുന്ന കുഞ്ഞിനെ വേണ്ടാന്നും അതിനകത്ത് പറയുന്നുണ്ട്. ഞാനകത്ത് ചേട്ടാ തുടക്കം തൊട്ട് ഈ നിമിഷം വരെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെയാണ്. ഇവനാണോ നോക്കുന്നത്? 1 രൂപയ്ക്ക് ഇവൻ ചിലവിന് കൊടുക്കുന്നത് എത്ര രൂപയെന്നറിയോ? അതായത് റീസെൻ്റ്ലി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ച് തരാം. എൻ്റെ അല്ല, എൻ്റെ ഉമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉമ്മയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത് 2500 രൂപ. 2000 രൂപയായിരുന്നു, പിന്നെ 2500. അത് എല്ലാ മാസം ഇപ്പം എന്തോ 2500 രൂപ വെച്ചിട്ട് ഇടുന്നുണ്ട്. ഞാൻ ഒരു എടുത്ത് നോക്കി എന്തിനാണ്. മോനിപ്പം 8th, മോൻ 5th മോള് 8th. പക്ഷെ മോളുടെ കാര്യം നോക്കണ്ട, മോൾ എൻ്റെ കുഞ്ഞല്ലേ. അല്ലല്ല, ഇപ്പം ട്രിവാൻഡ്രത്തുണ്ട് അവർ, എൻ്റെ കൂടെയാണ്. അതുവരെ കൊല്ലത്തായിരുന്നു. കാരണം നമ്മൾ ഈ വർക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കെന്ന് പറയണ അവൻ്റെ കുഞ്ഞിന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും നോക്കിയിട്ട് പോലുമില്ല. പിന്നെ ഈ എൻ്റെയും അടുത്ത റസൂലിക്കാൻ്റെ ഒരു കാര്യം, പുള്ളിക്കാരൻ്റെ ഒരു കാര്യം ഒരു വോയിസ് റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസ് റെക്കോർഡ് ഇടാൻ കാരണം എൻ്റെയും അദ്ദേഹത്തിൻ്റെയും തികച്ചും പേഴ്സണലായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് വോയിസ് റെക്കോർഡാണ് പുള്ളി ഇടുന്നത്. ഈ പുള്ളിക്കാരനും ഞാനുമായിട്ട് 6 വർഷമായിട്ട് പിരിഞ്ഞ് ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് ഡിവോഴ്സ് ചോദിച്ചാൽ തരത്തില്ല ഇവന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന് ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ഇവനിങ്ങനെ ഇടും, പിന്നെ തരാമെന്ന് പറയും, പിന്നെ ആ സമയത്ത് ഘട്ടം വരുമ്പോഴത്തേക്ക് ഇവനെ ഒഴിഞ്ഞു മാറും. എനിക്ക് അറിഞ്ഞൂടാ, ഇവൻ സൈക്കോ ആണ് ചേട്ടാ. കാരണം പെണ്ണുങ്ങളായിട്ട് ടോർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ വൈഫിന് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിനെ ചേട്ടാ എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇത്തടുത്ത് സംസാരിക്കുമ്പോഴും എൻ്റെ വോയിസ് റെക്കോർഡ് ഇട്ട് തന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ജീവിക്കുമ്പം ഈ പുള്ളിക്കാരി വിളിച്ചിട്ട് പറയും, മോളെ എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, എനിക്ക് നിന്നെ വേണം, എനിക്ക് ഞാൻ എന്തോ അബദ്ധത്തിൽ ഞാൻ ഇവളെ കെട്ടിയത്, അല്ലാതെ എനിക്ക് ഇവളോട് സ്നേഹമൊന്നുമില്ല. എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വൈഫിനെ വിളിച്ചിട്ട് എന്ത് സൈക്കോ ആണെന്നുള്ളതാണ് പുള്ളിക്കാരൻ. അങ്ങനെ കുറേ ഇതിപ്പം എനിക്ക് ഓർമ്മ വരുന്ന, കാരണം നമ്മളൊരു 100 റസൂലുമായിട്ടുള്ള കുട്ടിയായിട്ടുള്ള ആ ഒരു സംഭാഷണം, അത് നിങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണമാണല്ലോ, അതെങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൈ ചെന്നത്? ചേട്ടാ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചുവരെ ആൾക്കാരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിലോട്ട്, ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ നല്ലത് ഏതാ ചീത്തയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ അബദ്ധവശം ഞാൻ പോയി വീണിട്ടുമുണ്ട്, അബദ്ധത്തിൽ ഞാൻ പോയി വീണിട്ടുമുണ്ട്. കാരണം ഇങ്ങനെ കുറേ പൊട്ടത്തരത്തിൽ ഞാൻ പോയി വീണിട്ടുണ്ട്. ഈ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു ആൻ മേരിയ, ദിയാസന. ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല, ഒരു ഫ്രണ്ടായിരുന്നു.
പക്ഷേ ഞാൻ എന്നെ ഈ കാണുന്ന ഫ്രണ്ട്സിനോടെല്ലാം ഞങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കും. ആരോട് എനിക്കൊരു ഏത് ഫ്രണ്ട് കിട്ടാലും ഞാൻ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ. ഒന്നും മനസ്സിൽ വെച്ച് നിൽക്കത്തില്ല. അങ്ങനെ ആൻമേരിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കാര്യങ്ങളെല്ലാം അറിയാം. ഞങ്ങൾ തമ്മിൽ ഇപ്പം ഒരു ലവേഴ്സ് ആവട്ടെ, ഒരു ഫാമിലി ആവട്ടെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആവട്ടെ, വഴക്കുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആർഗ്യുമെൻറ്റ്സിനും വരും. അത് തികച്ചും പേഴ്സണലായിരിക്കും. ചിലപ്പം ചീത്ത വിളിക്കുമായിരിക്കും, ചിലപ്പോൾ അനാവശ്യങ്ങൾ പറയുമായിരിക്കും, അഗ്ലി സംസാരങ്ങൾ പോലും സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഞങ്ങളെ തികച്ചും പേഴ്സണലായിട്ടുള്ളൊരു വോയിസ് റെക്കോർഡാണ് ഇപ്പം ആൾക്കാരിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് അങ്ങനെയുള്ള ഒരു വോയിസ് റെക്കോർഡ് പുറത്ത് കൊടുക്കാമോ? അതാ ഞാൻ പറഞ്ഞു വന്നത്. അത് ഞാൻ കൊടുത്തതല്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പം ആൻമേരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ, ഞങ്ങളും ഇക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുമല്ലോ. അല്ലല്ല, സുലുക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ. അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഒരു ഒരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നേ. നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ചേട്ടാ, ഞാൻ ഈ ഫിറോസിൻ്റെയൊക്കെ പ്രശ്നത്തിൽ തന്നെ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവനെ വേണ്ടാന്ന് വെച്ചു. ഈ ബിഗ് ബോസിൽ കയറുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നു കേട്ടെ, അത് കഴിഞ്ഞാൽ ഭയങ്കര വർക്ക് നമുക്കിങ്ങ് ഒത്തിരി കുമിഞ്ഞ് കിട്ടുമെന്ന്. ഒറ്റ മനുഷ്യർ ചേട്ടൻ ശ്രദ്ധിച്ചാൽ മതി, ഒറ്റ മനുഷ്യർക്ക് വർക്ക് കാണത്തില്ല. അതൊക്കെ ബിഗ് ബോസിൻ്റെയൊക്കെ മറന്നു കുറേ കഴിയുമ്പോഴായിരിക്കും നമുക്ക് വർക്കുകൾ കിട്ടുന്നത്. ഇറങ്ങുന്ന സമയത്ത് വർക്കുകളില്ല. ഈ ബിഗ് ബോസിന് ശേഷം ഇറങ്ങിയിട്ട് എനിക്കൊരു വർക്ക് കിട്ടുന്നില്ല, ഒരു വർക്കിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഉള്ള ചാനലെല്ലാം വർക്കുകൾ വിളിച്ച് ചോദിക്കുന്നു. സിനിമയിലുള്ള ആൾക്കാരെ, നമ്മൾ പരിചയമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് സിനിമയുടെ കാര്യം ചോദിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ സമയത്ത് ഫിറോസുമായിട്ട് ഞാൻ പിരിഞ്ഞു കഴിഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. ഡിവോഴ്സ് നടന്നിട്ടില്ല. ഡിവോഴ്സ് തരണ്ടേ, തന്നാലല്ലേ ഡിവോഴ്സ് നടക്കത്തുള്ളൂ. നമ്മൾ വേണ്ടാന്ന് വെച്ച് നമ്മൾ രണ്ടുപേരും ഇനി ചെയ്ത് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. വേണ്ടാന്ന് വെച്ച് ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും മ്യൂച്വലായിട്ട് പിരിഞ്ഞ ആൾക്കാരാണ്. പിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് നടക്കുന്നേ ഉള്ളൂ. പക്ഷേ പുള്ളിയായിട്ട് ഞാൻ പറഞ്ഞു, കാരണം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 2023 എന്നാ നിങ്ങൾ സെപ്പറേറ്റ് ആകുന്നത്? തീർത്തും സെപ്പറേറ്റ് ആകുന്നത്? അല്ല, 2000 സംതിങ് ആ ടൈമിലാണ് പോകുന്നത്. ഒരു 5-6 വർഷം ആയിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷം. 2020 കാലഘട്ടത്തിലാണ്. 2021 ബിഗ് ബോസ് വരുന്നത്. 21, 22 22 ആയിട്ടില്ല. കാരണം 21 പകുതിയോളം തന്നെ ആദ്യത്തെ മാസത്തിലാണ് ബിഗ് ബോസ് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പം തന്നെ നമ്മൾ പിരിഞ്ഞു കഴിഞ്ഞു. 6 മാസം പോലും എടുത്തിട്ടില്ല. കാരണം നമുക്ക് രണ്ടുപേർക്കും എനിക്ക് പറ്റുന്നില്ല. കാരണം അത് വരാൻ കാരണം, ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം, എൻ്റെ ഈ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് നമുക്കൊരു 3 ആഴ്ചത്തെ പേയ്മെൻറ്റ് അക്കൗണ്ടിലോട്ട് തരും. നമുക്ക് അഡ്വാൻസ് തരും. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലെ പൈസ ഞാൻ എൻ്റെ ഉമ്മാടത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് സ്വൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളിക്കാരൻ അവിടെ ഉമ്മച്ചിയും എൻ്റെ സിസ്റ്ററൊക്കെ പോയിട്ട് അത്യാവശ്യം ഒരു 10,000 രൂപയുടെ ചിലവുകൾ കാര്യങ്ങൾ ഇത്രയും 60 ദിവസം നിൽക്കുന്നതല്ലേ, ചിലവുകളും കാര്യങ്ങളും അവിടെ മേടിക്കുന്നതും. അതുകൂടാതെ ഞങ്ങൾ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സുകൾ വേണമെന്ന് പറയും. ഇവർക്ക് എന്തെങ്കിലും അറിയാമോ? ഇവിടുന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് കൊളാബ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കൊണ്ടുതരും. നമുക്ക് അന്നത്തെ ആ സമയത്ത് അങ്ങനെ കൊളാബും കാര്യങ്ങളൊന്നുമില്ല. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഇവർ മേടിച്ച് പുതിയ നല്ല ഡ്രസ്സുകൾ മേടിച്ച് ഈ സാറ്റർഡേ സൺഡേ ഇടാനുള്ള ഡ്രസ്സുകൾ മേടിച്ച് അയച്ചു തരുന്നത്. ഇവരാൽ കഴിയുന്ന രീതിയിൽ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇവർ ഇതിനകത്ത് നല്ല സ്വൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എൻ്റെ കാർഡാണെന്ന് ഓർത്തോണം. എൻ്റെ അക്കൗണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ്. ഇൻഡിവിജ്വൽ പേയ്മെൻറ്റും ആയിരുന്നു. ഒരാളാണെങ്കിലും ഇൻഡിവിജ്വൽ പേയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്തും സ്വൈപ്പ് ചെയ്ത് ഒരു 30 രൂപ 40 രൂപ അടുപ്പിച്ച് മൊത്തത്തിൽ അതിനകത്തുനിന്ന് പോയിട്ടുണ്ട്. ചിലവിൻ്റെ 10 രൂപ പോലും കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. ബാക്കി മൊത്തം ഞങ്ങളുടെ ഡ്രസ്സിൻ്റെയാണ്. വന്നു കഴിഞ്ഞ് ഫിറോസ് ഖാൻ എൻ്റെ അക്കൗണ്ടിലെ പൈസ മൊത്തം ഫിറോസ് ഖാനാണ് ഡീൽ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ 1 രൂപ തരത്തില്ല. ഞാനൊരു വർക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ സെറ്റിൻ്റെ അടുത്ത് പറയേണ്ട ഗതിയിട്ട് വരും. ചേട്ടാ 10 രൂപ ആണെങ്കിൽ ചേട്ടാ ഒരു 8 രൂപ എന്ന് പറയാവുള്ളൂ. കാരണം അതിനകത്ത് കുറച്ച് മാറ്റി വെച്ചിട്ട് എൻ്റെ മോക്ക് പുള്ളി അറിയാതെ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. പല സെറ്റിലും ചേട്ടൻ എന്നെ അറിയാവുന്ന ആൾക്കാർ ചോദിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ വരെ ഫിറോസ് ഖാൻ, കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൈസയുടെ കാര്യത്തിൽ വന്നപ്പം പുള്ളി തർക്കമായി.
എന്നെ ഇനി വിളിക്കാനും എൻ്റെ പൈസ എൻ്റെ വീട്ടുകാർ ചോദിച്ചാൽ എൻ്റെ വീട്ടുകാർ തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടോർച്ചർ ചെയ്ത് നിൻ്റെ മൂക്ക് കൊണ്ട് കൊടുക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എൻ്റെ കൊച്ചിനെ അനാവശ്യം പറഞ്ഞ് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ചേട്ടാ എന്നെ കുഞ്ഞിനെ വിളിച്ചിട്ട് പറയുന്നതാണ് കുഞ്ഞിനെ വിളിച്ചിട്ട് സമയത്ത് പറയുന്നത് ഞാനത് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് എൻ്റെ മോളെടുത്ത് വിളിച്ചിട്ട് പറയാം എടി നിന്നെ കാരണമാണ് ഞങ്ങൾ ജീവിക്കാൻ പറ്റും, നീ ഇടയ്ക്കിടയ്ക്ക് പൊറോട്ട അതും ഇത് നല്ല വിളിച്ച് പറയേണ്ടത് കുഞ്ഞിനോടത്ത് വിളിച്ചിട്ട് പറഞ്ഞത് അവൻ നീ പൊറോട്ട മറ്റേത് മറിച്ചെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൻ്റെ ഉമ്മർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങൾക്ക് വീടൊക്കെ വെച്ചു തന്നെ ഇനി നീ അങ്ങനെ വിളിച്ച് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ പേടിപ്പിക്കും. കുഞ്ഞ് വീട്ടിൽ വന്ന് 2 ദിവസം ശനി ഞായറും എൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത്. ശനി ഞായറും വന്ന് നിൽക്കുമ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചിരുത്തിയിട്ട് ആദ്യമൊക്കെ ഞാനത് ചിന്തിക്കുന്ന പോലുമില്ല ഫിറോസ് ഇങ്ങനെ ചിന്തിക്കും എന്നുള്ളത്. കുഞ്ഞിനെ പഠിപ്പിക്കുന്ന രീതിയിൽ കുഞ്ഞിനെ അടിക്കുമ്പോഴത്തേക്കും എന്തോ അടുത്ത ആഴ്ച വരുമ്പോൾ കുഞ്ഞിന് പേടി വരും ഇങ്ങോട്ട് വരാൻ, സൈക്കോ രീതിയിൽ. കാരണം കുഞ്ഞിനെ പഠിപ്പിക്കാൻ വരുത്തുമല്ലേ, അന്നേരം പഠിപ്പിക്കാൻ ഇരുത്തുന്നതിന് പേരും പറഞ്ഞു കുഞ്ഞിനെ അടിക്കുമ്പോൾ കുഞ്ഞിന് പേടി അടുത്ത ആഴ്ച വരുമ്പോൾ. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് കുഞ്ഞിന് വരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ എൻ്റെ ചേട്ടൻ ഞാൻ കണ്ടിട്ടുള്ളത് ഫോണിൽ കൂടെ ഞാൻ വിളിച്ച് ചോദിക്കുന്നു മോളെ എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പം ഞാൻ വരുന്നില്ല എന്ന് കുഞ്ഞ് പറഞ്ഞ സമയത്ത് ബാക്കിൽ കൂടെ വന്നിട്ട് കുഞ്ഞിനെ മറ്റേ റൂഡായിട്ട് നോക്കുക. ഇവനെ നോക്കുമ്പോൾ എനിക്ക് ഈ ക്യാമറ കൂടെ കാണത്തില്ല, ഇവൻ മറന്നുപോയോ ക്യാമറ കാണുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ അതും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു. എന്നിട്ട് ഈ പ്രശ്നം കുഞ്ഞുങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് പിന്നെ അതും പറഞ്ഞുകൊണ്ട് തർക്കുക. അപ്പോൾ പറഞ്ഞു ഇവള് മരിച്ചു പോയായിരുന്നെങ്കിൽ, ഇവൾ ചത്തു പോയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം നന്നായേനെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ ഭയങ്കര ഹറാസ് ചെയ്തിട്ടാണ് പറയുന്നത്. മെൻ്റൽ ഹറാസ് ഭയങ്കരമായിട്ട് എൻ്റെ കുഞ്ഞിനെ ചെയ്തിട്ടുണ്ട് ചേട്ടാ. എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാനും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വിടാതിരിക്കാനും അങ്ങനെ കുറേ മെൻ്റൽ ഹറാസ് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന സമയത്ത് എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്തോ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര എന്നെ അടിച്ച്. ആ സമയത്തൊരു ഫോട്ടോ ഉണ്ട്, അന്നേരം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ്. അവിടെ അന്നേരം ഒരു ലൈവ് ഞങ്ങളെല്ലാ ലേഡീസ് എല്ലാം കൂടെ ഒരു ലൈവ് വരണമായിരുന്നു. ആ ലൈവ് വരുന്ന സമയത്ത് ഞാനിതൊന്നും ഫ്യൂച്ചറിൽ എന്താവുമെന്നുള്ള രീതിയിലൊന്നും ഞാനൊന്നും തെളിവെടുത്ത് വെച്ചിട്ടില്ല. ഫിറോസ് ഖാനെ കണക്ക് അടുത്ത പ്രാവശ്യം വരുമ്പം ഇതൊക്കെ കാണിക്കണം എന്നുള്ള തെളിവുകളാണ്. അങ്ങനെ തെളിവുകൾ എടുത്ത് വെക്കാനായിരുന്നെങ്കിൽ ഫിറോസ് ഖാൻ ഇന്ന് അങ്ങനത്തെ ഒരൊറ്റ വോയിസ് മതി, ആദ്യത്തെ വോയിസ്. ആ വോയിസ് ഇട്ടായിരുന്നെങ്കിൽ ഫിറോസ് ഖാൻ തീർന്നേനെ. ഇത് കണ്ടോ ഏട്ടാ, ഈ സാധനം മുഖം അടിച്ച് പൊട്ടിയിരിക്കും. ഇതൊക്കെ അല്ലല്ല എൻ്റെ പുള്ളിക്കാരി മെൻ്റൽ ടോർച്ചർ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഫിസിക്കൽ ടോർച്ചർ ഒന്നും കുഞ്ഞിങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് അങ്ങനെയുള്ള ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫിറോസ് ഖാനെ പോലെ തറയാവാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ അടിച്ച് ബിഗ് ബോസിൻ്റെ ഒരു ലൈവ് വരുമ്പം എനിക്കൊന്ന് കണ്ടവർക്കറിയാം, ലൈവ് വരുമ്പോൾ എൻ്റെ മുഖമൊക്കെ പൊട്ടിയ. എനിക്ക് ലൈവ് വരാൻ അടിച്ച് പൊട്ടിച്ച് ഈ പ്രശ്നത്തിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നെ അടിച്ചിതാക്കിയോ. അങ്ങനെ ലാസ്റ്റ് ഈ ബിഗ് ബോസിൽ എല്ലാവരും കൂടെ വിളിച്ച് ആ സമയത്ത് പിന്നെ കുറച്ച് നമ്മൾ കോംപ്രമൈസ് ആയി. അടുത്ത ദിവസമാണ് പോട്ടെ മോളെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോട്ടെ മോളെ മറ്റേ മോളെ മറിച്ചെന്നെല്ലാം വന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് സോപ്പിടും. അപ്പം ഞാൻ അതിലങ്ങ് വീഴും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ലൈവ് വരണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാമിൻ്റെ വരാതെ ലാസ്റ്റ് വരണമെന്ന് പറഞ്ഞ് വീണപ്പോൾ ആൾക്കാർ വന്നിരിക്കുന്നത് ഫിറോസ് ഖാൻ അടിച്ചതാണോ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ മറിഞ്ഞ് വീണതാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും ഈ ടോർച്ചറിങ്, ഈ പൈസ എന്തിനിങ്ങനെ എടുത്തു, നിങ്ങളെടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ പൈസയല്ലേ, നിങ്ങൾ എന്തിനാണ് ചേർക്കുന്നത്, അത് നിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു, ഞാനും കൂടെ കഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ, എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ. അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് പൈസയുടെ കാര്യം പറഞ്ഞ് എന്നെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്തിട്ട് എന്നെ അങ്ങ് വല്ലാതാക്കിയപ്പം അതിലടിച്ച് ഭയങ്കര പ്രശ്നങ്ങൾ നടന്നു. എന്നെ അടിച്ച് വലിച്ച് തറയിലിട്ട് അയച്ച്, അതായത് അന്നേരം എൻ്റെ വീട്ടുകാർ ഓടി വന്നു, അവരുടെ വീട്ടുകാർ ഓടി വന്നു, പ്രശ്നങ്ങളൊക്കെ ആയി. എൻ്റെ വീട്ടുകാരും അവരുടെ വീട്ടുകാരുമായിട്ട് തർക്കമായി. അന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഞാനും എടുത്ത് തുറന്ന് പറയുന്നത്. എൻ്റെ വീട്ടുകാർത്തൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടുകാർ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ സമയത്ത് ഞാൻ പിന്നെ വിളിച്ചിട്ട് ഫിറോസ് കോംപ്രമൈസിന് വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയില്ല വേണ്ട ഫിറോസ്ക, ഇനി നമ്മൾ ഒരുമിച്ച് നിന്നാൽ ശരിയാവത്തില്ല. കാരണം ജീവിതം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ശരിയാവത്തില്ല. നിങ്ങളെ കുറേ വൃത്തിയുടെ കാര്യം ഒന്നാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം, പല കാര്യങ്ങളും കൊണ്ട് എനിക്ക് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കാരണം വീണ്ടും ഞാൻ തെറ്റുകാരിയാവും, എനിക്ക് വയ്യ, വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പൂർണ്ണമായിട്ട് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വർക്കുകളില്ല, ഒരു വിധത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് പോലും ഞാൻ ഫിറോസിനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും കുഞ്ഞിനുള്ള ചിലവിനെങ്കിൽ ഇട്ടതാ എന്തെങ്കിലും. കാരണം എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്ററും ഒക്കെ എനിക്ക് എൻ്റെ ചിലവും കൂടെ നോക്കിക്കൊണ്ട് എൻ്റെ കുഞ്ഞിനെ മൂത്ത മോളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനും കൂടെ വന്ന് നിൽക്കുമ്പോൾ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര പ്രഷർ വന്നു. അപ്പം ഞാൻ ഓർത്തു അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. അതായപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കെയർ ഓഫിൽ ദുബായിൽ, അതും ഞാൻ വലിയൊരു കുരുക്കിലാണ് ചേട്ടാ പോയി വീണത്. അതിനകത്തുനിന്ന് അവിടെ നിന്നോട് ഞാൻ പറഞ്ഞു ഈ റസൂൽ പൂക്കുട്ടി വരാൻ കാരണം അങ്ങനെ നിൽക്കുമ്പോൾ അന്നേരം എൻ്റെ ഈ മെൻ്റൽ ടോർച്ചറിങ് വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയി. കാരണം ഫിറോസ് വന്നിട്ട് ആദ്യം ഞാൻ ഫിറോസിനെ വരട്ടാനാണെങ്കിലും പിന്നെ എനിക്കും വിഷമമായി. അപ്പോൾ ഫിറോസ് പറഞ്ഞില്ല എനിക്കും വേണ്ട. ഫിറോസും പൂർണ്ണമായിട്ട് എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി എന്നെ അങ്ങ്. അപ്പോൾ ഞാൻ ഭയങ്കര ട്രോമയിലോട്ട് പോയി. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ അന്നത്തെ കണക്ക് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇയാൾ പൂർണ്ണമായിട്ട് ഇയാൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഒന്നാമത് വർക്കില്ല,
എല്ലാം കൊണ്ട് ഇതായിപ്പോയി. എനിക്ക് അറിഞ്ഞൂടാ ആ സിറ്റുവേഷൻ. ആ സമയത്ത് എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സുകൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്നെ ആ മെൻ്റൽ ട്രോമയിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകും, കറങ്ങാൻ പോകും. പെണ്ണുങ്ങളാണേ, ആണുങ്ങൾ പിന്നെ അതും പറയാം ആണുങ്ങളാണോന്ന്. എൻ്റെ കുറച്ച് അവരെക്കുറിച്ച് പറയേണ്ട, അവരുടെ പേര് പറയാത്ത കാരണം ഇങ്ങനെ കുറേ അലിഗേഷൻ കിടക്കുന്നുണ്ട്, അവരുടെ പേര് ഞാൻ പറയാത്തതാണ്. അവരെല്ലാം എന്നെ കൊണ്ടുപോയി ഇതാക്കി. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിയുടെ ഒരു വർക്കിന് റസൂൽ പൂക്കുട്ടിയുടെ പുള്ളിയുടെ ഒരു പ്രോഗ്രാമിന് നമ്മൾ പോവുകയാണ്, ഒരു റെക്കോർഡിങ്ങിന് പോവുക. അവിടെ പോയ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ റസൂൽ ഖാനെ കാണുന്നത്. ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ട്, പിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം. ആ സമയത്ത് ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷേ ഡിവോഴ്സ് നടക്കുന്നേ ഉള്ളൂ, ഡിവോഴ്സ് തരാന്നുള്ള രീതിയിൽ മൂവി നടക്കുന്നേ ഉള്ളൂ. കേസ് മൂവി എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. പുള്ളി ചെയ്യാം എന്ന് പറയും, മ്യൂച്വലായിട്ടായതുകൊണ്ട് ഏതെങ്കിലും വക്കീലിനെ കാണാമെന്ന് പറയും. പക്ഷേ വക്കീലിനെ കാണണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ കേട്ടോ. എൻ്റെ കയ്യിൽ ആ സാധനവും ഇല്ല. ആ സമയത്ത് ഒരു ഗോൾഡ് പോലും ഇല്ല. കാരണം എല്ലാം കൂടെ എടുത്ത് വീടിന് വേണ്ടി ചിലവാക്കിയെന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിയ പൈസ എല്ലാം കൊണ്ടുപോയിക്കും ഇയാൾ. എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. ഒരു 100 രൂപ വേണമെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ലാസ്റ്റ് ഇവരെന്നെ ഇതാക്കിയിട്ട് വർക്കും ഇല്ല, ഭയങ്കര ട്രോമയിലും. അപ്പോൾ ഇവളെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയോ, ഏതെങ്കിലും വർക്ക് കാണുവാണെങ്കിൽ ഏതെങ്കിലും ഡയറക്ടർമാർ എന്തെങ്കിലും കണ്ട വർക്കിന് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പുള്ളിയുടെ വർക്കിന് എൻ്റെ ആവശ്യത്തിനല്ല, പുള്ളിക്കാരിയുടെ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടി നമ്മൾ പോയതാണ്. പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ ആദ്യമായിട്ട് കാണുന്നു. അപ്പം പുള്ളിക്കാരി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സാർ ഇങ്ങനെയാണ്, പുള്ളിക്കാരി ആക്ട്രസ് ആണ്, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പറയണേ, നമ്മൾ ഈ മൂവിക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ഒറ്റ എന്ന് പറഞ്ഞ മൂവി നടക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞു. സാർ വന്ന് നോക്കിയപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ പോയി. അന്നും എനിക്ക് കോൺടാക്ട് നമ്പറോ അയാളുടെ ഒന്നുമില്ല. ഓക്കെ സാർ, ഞാൻ ഭയങ്കര ബഹുമാനിച്ച് തന്നെ സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് പിരിയുന്നത്. പിരിഞ്ഞ് കഴിഞ്ഞ് ഇവർ ഭയങ്കര നല്ല ഫ്രണ്ട്സാണ്, ഈ പുള്ളിക്കാരനൊക്കെ ആയിട്ട്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ടൊരു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ദുബായിൽ നമ്മളൊരു ഫ്രണ്ട് വഴി ഞാൻ പോവുകയാണ്. ദുബായിൽ ജോലിയല്ല, കൊളാബ്. ഞാനിപ്പം ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ കൊളാബ് വർക്ക് ആ സമയത്ത് ഷോപ്പ് വിസിറ്റ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ നല്ല വർക്കുകൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദുബായിലൊരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരെ വിശ്വസിച്ച് ഞാൻ ഇവിടെ നിന്നുള്ള പൈസയും കടം മേടിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കടം മേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. 30,000 35,000 ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും മേടിച്ചുകൊണ്ടാണ് ഞാൻ നേരെ ദുബായി കയറി പോകുന്നത്. ദുബായി കയറിപ്പോയിട്ട് അവിടെ ഈ പറഞ്ഞ കൊളാവെന്ന് പറഞ്ഞിട്ട്, ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ, രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. എനിക്ക് ഈ ലോകം അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ വിദേശത്ത് പോകുന്നത്. എനിക്ക് ഫ്ലൈറ്റ് ഇരുന്നിട്ടില്ല ഞാൻ ഇന്ന് വരെ. ബാറിലോട്ടാണോ കൊണ്ടുപോകുന്നത്? അല്ല, പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ഇരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ ദുബായി എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുമില്ല. ഫ്ലൈറ്റിൽ പോലും ഞാൻ കയറിയിട്ടില്ല. ഫ്ലൈറ്റിൽ ഞാൻ കയറിയിട്ടുണ്ട്. നമ്മൾ സൂര്യജോടി സൂപ്പർ ജോഡി എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ലെവലിലൊന്നും ഞാൻ പോയിട്ടില്ല. ആദ്യമായിട്ട് അവിടെ പോകുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ അവിടുത്തെ ലാംഗ്വേജ്, ഇവർ അപ്പോൾ ഈ കുറച്ച് മലയാളീസ് ഈ പുള്ളിക്കാരി എല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞു കുഞ്ഞു ബാറിൽ പോയി ഗസ്റ്റായിട്ട്, മലയാളി ബാറിൽ പോയി ഗസ്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഗസ്റ്റ് ആകുമ്പോൾ ഒരു 500 ദിർഹം കിട്ടും. അപ്പം ഞാനോർത്ത് ഓക്കെ 500 ദിർഹം കിട്ടുമല്ലോ. ഈ പോയി നിൽക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി പറയും 500 ദിർഹം എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരിയും പൈസ തരത്തില്ല. അത് ഭൂലോക ആയിരുന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ പുള്ളിക്കാരിയിൽ ഞാൻ പോയി എത്തുന്നതും റോഷിനി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയിൽ എത്തിയിട്ട് ഞാൻ അതിൻ്റെ കാര്യം പറയാൻ കാരണം പുള്ളിക്കാരിയും ഇതിനകത്തൊരു ഘടകമുണ്ട്. ഫിറോസ് ഖാനുമായിട്ട് വേറൊരു സാധനം ഞാൻ പൊക്കിയിട്ടുണ്ടത്. അങ്ങനെ പുള്ളിക്കാരിയായിട്ട് അവിടെ ഞാൻ പോന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പോക്ക് എന്തോ എനിക്കറിഞ്ഞൂടാ. അവിടെ ഉള്ള കുറച്ച് നല്ല മനുഷ്യർ ആ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് പറയുന്നു, അയ്യോ ഇവളെ ഇങ്ങനെ ആ കൊച്ച് അബദ്ധവശാത്തിൽ വന്ന് വീണേന്ന് തോന്നുന്നു. കാരണം എന്നെ കാണുമ്പം ഞാൻ ശരിക്കും ഇതിനുള്ള വാർക്കിന് വേണ്ടി വന്ന ആളല്ല എന്നുള്ളത് കാണുമ്പോൾ അറിയാം. എനിക്ക് ഈ ലോകപരിചയമൊന്നും ഇല്ല എന്നുള്ളത് അറിയാം. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇവള് ബിസിനസ് ചെയ്യുവാണ്, എന്നെ കൊണ്ടുവച്ചിട്ട് ഇവളാണ് ബിസിനസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്ക് എന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് താരമായതുകൊണ്ട് എന്നെ കിട്ടുമെന്നുള്ള രീതി. ഇത് ഞാൻ അറിയുന്നത് പോലും ഇല്ല. പൊട്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. നമ്മൾ ഷോപ്പ് വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇതാണ് എനിക്കറിഞ്ഞൂടാ. പോയി അവിടെ ഇരിക്കുക, വരുക, ഒന്നുമില്ല. നമ്മൾ നല്ല ഡ്രസ്സിൽ തന്നെ പോയിരിക്കുന്നത്. നമ്മളവിടെ പോയിട്ട് ഒന്നും ചെയ്യണ്ട, അവിടെ പോയി ഇരുന്നാൽ മതി. അപ്പം അവർ എല്ലായിടത്തും പോയി ചിലവരൊക്കെ മറ്റേ വൈനൊക്കെ മേടിച്ചുകൊണ്ട് വരും. നമ്മളവിടെ ഒരു കോക്ടെയിൽ പോലെ മറ്റേ ഈ ജ്യൂസ് പോലത്തെ ഒരു സാധനം നമ്മളെ കൊണ്ട് വെക്കും. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ മറ്റേ മന്ദബുദ്ധികളെ പോലെ അവിടെ ഇരുന്ന് ഇവരും എൻ്റെ കൂടെ കാണും. ഞാനിരുന്ന് ഓക്കെ, ഇതാണ് എൻ്റെ അവിടുത്തെ ഇത്. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിങ്ങനെ അതാവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരിയെ വിളിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ, അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സുകൾ പറഞ്ഞു, ഈ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അവളൊരു പൊട്ടിപ്പെണ്ണ, ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ഇവളെ കൈവിട്ട് പോകും. അതായത് ഭയങ്കര ഇല്ലീഗലായിട്ടുള്ള നടക്കുന്ന സ്ഥലത്തല്ല എന്നെ കൊണ്ടുപോവാം. അപ്പം
അപ്പം നേരെ തിരിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നതാണെങ്കിൽ പ്രതികരിച്ചിട്ടുമുണ്ട്, ഞാൻ പ്രതികരിക്കും. പക്ഷെ അങ്ങനത്തുള്ള എന്നെ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ദൈവം സത്യം ഇനി പറയും ഞാൻ അങ്ങനെ പോയി പഴിച്ചെന്ന് പറയും. എൻ്റെ മക്കൾ സത്യം, എൻ്റെ മോൻ സത്യം, മോള് സത്യം, ഒരിക്കലും ഒരുത്തന്നെ എന്നെ തൊടാനോ വൃത്തിയുടെ രീതിയിലൊന്നും വന്നില്ല. പക്ഷെ ആ സിറ്റുവേഷനിലോട്ട് ആയി വരുമായിരുന്നു. എന്നെ വെച്ചിട്ട് ബിസിനസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അവിടെ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓടി, ഇതറിഞ്ഞ് പുള്ളിക്കാരിയുടെ പൈസ എടുത്ത് പുള്ളിക്കാരി അവിടെ ഓടിയെത്തി എന്നെ. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എനിക്ക് അവരെയും കൂടി ഇപ്പോൾ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കും കേട്ടാ. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പിഴച്ചവളായിട്ട് ജീവിച്ചേനെ. അല്ലെങ്കിൽ ഞാൻ വെറും നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പം എനിക്കറിയത്തില്ല, എൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം അറിയാൻ വയ്യാത്ത ലോകത്ത് പോയി എന്താ പെട്ടുപോകുന്ന സംഭവങ്ങളാണ് ചില പെണ്ണുങ്ങൾ പോയി പെട്ടുപോകുന്നതെന്ന് പറയുന്ന കണക്ക് പെട്ടുപോയേനെ ഞാൻ. അവിടുന്ന് എന്നെ ഈ പുള്ളിക്കാരി വന്നിട്ട് ഈ പുള്ളിക്കാരി വിളിച്ച് പുള്ളിക്കാരൻ്റെ അടുത്ത് റസൂൽക്കാരത്തൊക്കെ വിളിച്ച് പറയുന്നു, ഇവരെല്ലാവരും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുവരുന്നത്. റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയാണ് ഇവിടുന്ന് കൊണ്ടുവരുന്നത്. എനിക്ക് ആ സമയത്ത് അയാളുമായിട്ട് അഫെയർ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ദുബായി പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ ഒരു അഫെയറിൽ ഞാൻ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുരുകിൽ പോയി വീഴേണ്ട ആവശ്യമില്ല. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പോ ഉണ്ടെങ്കിലോ അയാളുമായിട്ടില്ല. അപ്പോൾ അവിടുന്ന് എന്നെ നേരെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാം കൂടെ, കാരണം ഈ സാധനം ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ എന്തിനാണ് ഇവർക്കൊക്കെ വെപ്രാളമായിരുന്നു. അവിടെ നടക്കുന്നവർ എന്നെ വലിയ പ്ലാൻ ചെയ്ത് ഇവളെ അങ്ങനെ കൊണ്ടുവരണം ഇതിനകത്ത്. കാരണം ഇവളെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കുരുക്കിക്കളയും. കുരുക്കാനുള്ള കുറേ കാര്യങ്ങൾ, എൻ്റെ പേരിൽ തന്നെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഇൻഷുറൻസിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയോ ചേർത്ത് വെക്കുന്നു. ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ പൈസ, പിന്നെ ഞാൻ അറിഞ്ഞത് ഇൻഷുറൻസിൻ്റെ പൈസ ഇട്ടിട്ട് എന്നെ അങ്ങ് ജയിലിലാക്കാൻ പറ്റുന്ന എന്തൊക്കെയോ എനിക്കറിയത്തില്ല കേട്ടോ. എന്തൊക്കെയോ രീതിയിൽ എന്നെ കൊണ്ടുപോയ ആളായിരുന്നു. പുള്ളിക്കാരിയായിരുന്നു. അവിടുത്തെ ഏറ്റവും നമ്പർ 1 മറ്റേ നമ്മളുടെ ഗോൾഡ് മാഫിയ, അങ്ങനത്തെ കുറച്ച് മാഫിയ ടീമാണ് ഇവർ. എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പോയി വീണതെന്നുള്ളത്. അപ്പോൾ ഈ സജിനയുടെ കയ്യിൽ ഇവർ ഗോൾഡ് വല്ലതും തിരിച്ചു ഇല്ല, തിരിച്ചു വരുമ്പോൾ ഒരു സാധനം ഇല്ലല്ലോ. എന്നെ ഇവരാണല്ലോ കൊണ്ടുവരുന്നത്. കാരണം ഇവിടുന്ന് ആ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ വേറൊരു ഗ്യാങ്ങിലോട്ട് കൊണ്ടുവന്ന് അവർ വന്നിട്ട് ഈ പുള്ളിക്കാരി എന്നെ വന്നു അവിടെ കുടുങ്ങി എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണോ മനസ്സിലായത്? അല്ലല്ല, ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ കുറച്ച് ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഇത് ശരിയാവത്തില്ല, ഇവിടുന്ന് വന്നോ, നീ പെട്ടെന്ന് വന്നോ എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ വിളിച്ചിട്ട് അങ്ങനെയാണ് പുള്ളിക്കാരൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് റസൂലൊക്കെ വിളിച്ച് എന്നെ സംസാരിക്കുന്നത്. മോളെ വേറെ ഒന്നും വേണ്ട, ടെൻഷൻ ഒന്നും അടിക്കണം, ഞങ്ങളെല്ലാവരും ഉണ്ട്, നീ പോയി വീണേക്കുന്ന വലിയൊരു സംഭവത്തിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞ് ഇവരെന്നെ പേടിപ്പിക്കുക എല്ലാവരും കൂടെ. ലാസ്റ്റ് ഞാൻ അവിടുന്ന് എനിക്കും എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ പേടിച്ച് ഞാൻ അവിടുന്ന് അവരെല്ലാവരും കൂടെ എന്നെ ചേർത്ത് കയറ്റി പാവം ആ പിള്ളേരെല്ലാവരും കൂടെ ആയിട്ട് അവിടെ നല്ല കുറേ മനുഷ്യരും കൂടെ ചേർന്നിട്ടാണ് എന്നെ നാട്ടിൽ കൊണ്ടുവരുന്നത്. നാട്ടിൽ കൊണ്ടുവന്നിട്ടാണ് എന്നെ ഇരുന്ന് പറഞ്ഞത്, ഇങ്ങനെയാണ് നിൻ്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ട്, നിന്നെ ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാരെ വെച്ചിട്ട് നിന്നെ ഇങ്ങനെ നിൻ്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കലക്കി തന്നിട്ടോ എന്തെങ്കിലും ചെയ്ത് തന്നിട്ട് നിന്നെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള. ദുബായ് പോയവരും ഫിറോസ് അറിഞ്ഞിരുന്നു അല്ലേ? ഫിറോസ് ഖാൻ അറിഞ്ഞോന്ന് എനിക്കറിയില്ല, അറിഞ്ഞാണോയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പുള്ളിയുടെ ഭാഗത്തു നിന്ന് അതേക്കുറിച്ച് വല്ല പരാമർശം ഉണ്ടായി? ഇല്ല, കാരണം വെച്ചാൽ പുള്ളിയായിട്ട് ഞാനുമായിട്ട് സംസാരങ്ങളൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ള കുറെ കഥകൾ പിന്നെ ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അതൊന്നും, ഞാനൊന്നും വീഡിയോ ഒന്നും അധികം കാണാൻ നിന്നില്ല. ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ റസൂൽ പൂക്കുട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഭയങ്കര കരച്ചിലും ബഹളവും. കാരണം ഞാൻ എന്തിനു പോയി, എൻ്റെ വർക്കിന് പോകാൻ നിന്ന് ആ പൈസ പോലും എനിക്ക് തന്നിട്ടില്ല. ഞാൻ പോയി നിന്ന പൈസ പോലും ഈ പുള്ളിക്കാരി എനിക്ക് തന്നിട്ടില്ല. തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ല എൻ്റെ കയ്യിൽ, ബിഗ് സീറോ ആയിട്ടാണ് ഞാൻ വരുന്നത്. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് ഫിറോസ് ഖാൻ ആ സമയത്ത് ഞാൻ വിളിച്ച് കരയുന്നുണ്ട് ഫിറോസ് ഖാനെ. കാരണം എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു, എനിക്ക് പ്രശ്നങ്ങളാണ്, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ വല്ലാത്ത കുരുക്കിലാണ് പോയി വീണത്, ഇനിയെങ്കിലും കുഞ്ഞിനുള്ള ചിലവിനെങ്കിലും ഇട്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കരയുന്നുണ്ട്. പുള്ളി അപ്പോഴും പറയുന്നു, പുള്ളി നിൻ്റെ ഇഷ്ടത്തിന് നീ പോയതല്ലേ, നിൻ്റെ ലൈഫല്ലേ, അങ്ങനെയാന്ന് പറഞ്ഞിട്ട് എങ്ങനെ തെള്ളു തന്നെ. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് റസൂൽ ഖാൻ്റെ ഒരു മൂവിയിൽ ഒരു ക്യാരക്ടർ എന്നെ വിളിക്കുന്നു. അപ്പം നമ്മൾ അവിടെ പോകുന്നു, പോയി എന്നെ കൊണ്ടുവന്ന് അതിനകത്തൊരു എയർ ഹോസ്റ്റസ് ആയിട്ട് ഞാൻ അഭിനയിക്കുന്നു. ഒറ്റ മൂവി, അത് തന്നെ ഒറ്റ മൂവി തന്നെ. ഇല്ല ആ സമയത്ത് ഫിറോസ് ഖാൻ ഇല്ല, ഈ ചാപ്റ്ററിലൊന്നും ഫിറോസ് ഖാൻ ഇല്ല. നമ്മൾ അത് കഴിഞ്ഞു ആ ചാപ്റ്റർ. അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചു. ഈ സമയത്ത് കുറച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സാറ് ഭയങ്കര ചേട്ടൻ എന്നെ വിളിച്ച് നല്ല പ്രൊട്ടക്ഷനും നല്ലൊരു കെയറിങ്, അതായത് നമ്മൾ പോയ ഒരു വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിനുവേണ്ടി പൈസ ചെലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം, അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്. പിന്നെ എൻ്റെ മെൻ്റൽ സപ്പോർട്ടിങ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല തിക്ക് ഫ്രണ്ട്സായി ഞങ്ങൾ. കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും, ഇങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ച് എനിക്ക്. അതായത് ചേട്ടാ, ഞാൻ അതിനുശേഷം 1 വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചിലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവതുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം
ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളിയെ എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ച് വന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. പിന്നെ വഴക്കുകളുണ്ടാവാം ഞങ്ങൾ തമ്മിൽ, ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ. ഞാൻ പറഞ്ഞ നേരത്തെ കണക്ക് ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവും. ഈ വോയിസ് ക്ലിപ്പ് അദ്ദേഹത്തിന്റെ ഫാമിലിയെയും പുള്ളിയെയും ഒക്കെ ബാധിച്ചില്ലേ? അപ്പം ഈ സംഭവങ്ങൾ വന്നിട്ട് ഈ വോയിസ് റെക്കോർഡൊക്കെ വെളിയിൽ വരാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഞാനത് എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ്. അതിനുശേഷം എൻ്റെ ഈ വോയിസ് റെക്കോർഡ് ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് തർക്കങ്ങൾ വരുമ്പോഴും ഞാൻ നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയുമ്പം ഇക്കായം വിളിച്ചിട്ട് ഇതാണ്ട അവളിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾ എന്ന് പറഞ്ഞ് പുള്ളിയും കൂടെ പറയും. അപ്പം ഞാൻ പറയാം ഇക്ക അങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഡബിൾ ഗെയിം കളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയുടെ അടുത്തൊന്ന് പറയുന്നു, എൻ്റെ അടുത്തൊന്ന് പറയുന്നു. അപ്പം ഞാൻ എന്നിട്ട് അങ്ങനെ പറഞ്ഞു, എന്നാൽ ഇതാ ഈ റെക്കോർഡ് നിങ്ങൾ കേൾക്കുന്നു പറഞ്ഞാൽ ഇക്ക ഞാനും ഇക്കാര്യം സംസാരിച്ച റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വോയിസ് റെക്കോർഡുള്ളത് അത് പുള്ളിക്കാരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. റസൂലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോ ഈ വോയിസ് റെക്കോർഡിംഗ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം എന്നോട് എന്നെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ 3 കോടി ഇത് പുറത്തു വന്നില്ലേ, പുറത്തു വിട്ടില്ല. അത് പുള്ളിക്കാരന് അറിയാമല്ലോ. കാരണം തികച്ചും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ സംസാരങ്ങൾ ഇവരെല്ലാം നമ്മളായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ വോയിസ് റെക്കോർഡ് വെളിയിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്താണ് നമ്മൾ ഞാൻ പെറ്റീഷൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാൻ നമ്മളെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള അത് രണ്ടാമതാണ് കൊടുത്തത്. ഭീഷണിപ്പെടുത്തുന്ന നേരം ഇപ്പോൾ കൊടുത്തത്, ഈ റീസണിലാണ് കൊടുത്തത്. അതിന് മുന്നേ ഈ പുള്ളിക്കാരൻ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ഫോട്ടോയുടെ കാര്യം വെച്ചിട്ട് നമ്മളായിട്ട് 2 ഫോട്ടോ ഇങ്ങനെ ലീക്കായി. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് അവിടുന്ന് ഭയങ്കര അലിഗേഷൻ. അതെ അത് എൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ലീക്കായ സാധനം. സെൽഫി എൻ്റെ ഫോട്ടോ 2 ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതല്ല ഏട്ടാ. ഈ പറഞ്ഞ കണക്ക് ഇവർ 2 പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ചോദിക്കട്ടെ ഏട്ടാ, ഇത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവുമെന്ന് പറഞ്ഞുകൊണ്ടാണോ ഞാൻ ഇട്ട് കൊടുത്തത്? എൻ്റെ പല്ല് തന്നെ ഞാൻ കുത്തി നാട്ടിക്കും. ഞാനത് സംസാരിക്കുന്ന വാക്കുകൾ ഭയങ്കര അഗ്ലി സംസാരങ്ങൾ വരണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അപ്പം ഞാൻ എന്നെ കുത്തി നാട്ടിക്കാൻ പോട്ടെ, അദ്ദേഹത്തിനെ ഞങ്ങൾ കുത്തി നാട്ടിക്കാൻ വേണ്ടിയിട്ടോ എന്നെ കുത്തി നാട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ആ വോയിസ് ക്ലിപ്പിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? സംസാരങ്ങളെല്ലാം നമ്മൾ തമ്മിലുള്ള തർക്കങ്ങളും വാക്ക് തർക്കങ്ങളെല്ലാം ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഉള്ളത് തന്നെയാണ്. ഞങ്ങൾ തികച്ചും ഞങ്ങൾ തമ്മിലുള്ള സംഭവങ്ങളെല്ലാം ഉള്ളതാണ്. പേഴ്സണലായിട്ടുള്ള ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മാറ്ററായിരുന്നു. അതിനെ വലിച്ചു കീറി ലോകത്തിനോട് ഇട്ടുകൊടുത്തവരെ തന്നെ പറയണം ചേട്ടാ. കാരണം ഇതിന് ദിയാസന എന്ന് പറഞ്ഞ ഒരു കുട്ടിയും ദിയാസന അതേപോലെ ആൻമരിയ എന്ന് പറഞ്ഞ ഇവർ 2 പേരാണ് ഇട്ട് കൊടുക്കുന്നത്, ഫിറോസ് ഖാൻ ഇട്ട് കൊടുക്കുന്നത്. ഫിറോസ് ഖാൻ്റെ ഒരു വോയിസ് റെക്കോർഡുണ്ട്. അത് പുള്ളി പറയുന്നുണ്ട് ഇവരാണ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട്. എന്നാൽ വേറെ നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, തെളിവിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്കറിയാമല്ലോ ഞാൻ ഇവർക്ക് 2 പേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വോയിസ് ക്ലിപ്പ് ഒരിക്കലും നിഷേധിക്കുന്നില്ലല്ലോ, പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങൾ കുഴപ്പമില്ലല്ലോ. അത് തികച്ചും ഞങ്ങളുടെ പേഴ്സണലാണ്. അപ്പോൾ അത് കാണിച്ചിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത്. അല്ലല്ല, രണ്ടാമത്തെ പരാതി നമ്മൾ കൊടുക്കാൻ കാരണമുണ്ട്. കാരണം ഇവരെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ ദിയാസനയാണെങ്കിലും ദിയാസനയ്ക്ക് നമ്മൾ എൻ്റെ വോയിസ് റെക്കോർഡ് ഇപ്പം എനിക്ക് ചേട്ടനൊരു വോയിസ് റെക്കോർഡ് ഇട്ട് അത് ഞാൻ മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും എനിക്ക് റിവെഞ്ച് മൈൻഡ് ഉണ്ടാവാതെ എന്തായാലും ഒരിക്കലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നു. കാരണം എൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശാസ്തമംഗലത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വർക്കിൻ്റെ ഒരു ആവശ്യത്തിന്, കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് നല്ല അറ്റ്മോസ്ഫിയറൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ട് ഇവരെ നമുക്ക് എല്ലാവർക്കും കൂടെ കറങ്ങാൻ പോകാമെന്നെല്ലാം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സജിനയുടെ വീട്ടിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്നത് നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു. 4-5 പേരുണ്ടായിരുന്നു. അത് എല്ലാവരും അറിയാവുന്നവരാണ് ബിഗ് ബോസിലുള്ള. അതിനകത്ത് ഒരാൾ മാത്രം
ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ, അത് ഒരു അതും പറഞ്ഞിട്ട് അവരൊന്നും ഞാൻ പിടിച്ചിടുന്നില്ല ഇതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലൊരു ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എ സി റൂം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ ഞാൻ MDM ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെൻ്റിൽ ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെൻ്റ്ലി നടന്നതാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ്. എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. മുഖമൊക്കെ മാറിയപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വീട്ടിലില്ലേ? ഇല്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടിരുന്ന സാധനമാണ്. ഇല്ല, ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. തിരിച്ച് ഞാൻ ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ നേരെ അങ്ങ് പോകും. കാരണം ഹോട്ടൽ റൂമിന്, കാരണം എനിക്ക് ഇവർ പൈസ തരുന്നുണ്ട് ഹോട്ടൽ റൂമിന് പകരം എനിക്ക് റൂമിന്. പിന്നെ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ബൊട്ടിക്കിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പം ഈ ഷൂട്ടിന് മാത്രമേ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. റൂം മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ റൂം താമസിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോട്ടൽ റൂമിൽ നിൽക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര കുറച്ച് പ്രശ്നം. ഹോട്ടൽ ബാത്റൂമിലൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് എടുത്തിടും. അന്നേരം അവർ അതിൻ്റെ പൈസയും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസും ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങിപ്പോന്ന് പറയാനും പറ്റുന്നില്ല. എനിക്കറിഞ്ഞൂടെ. നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്? ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്. കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വെളിയിലിറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞ് വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാ, സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന്, അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദിയ നീ എന്തോ പറഞ്ഞു. ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണൊക്കെ ഒരു ബീർ കുടിക്കുന്നതാണൊക്കെ അല്ല ഇത് ഭയങ്കര സാധനം. എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് ചെവി വെച്ചുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെയും ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും. എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞ് കുറച്ച് നാൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല. കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. കാരണം ഇനി എന്തെങ്കിലും വന്നാൽ എൻ്റെ തലയിലോട്ടാവത്തില്ലേ. ഇതിനുശേഷം വീണ്ടും വന്നോ? അല്ല, അതിനുശേഷം പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജിന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു ദിയ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക. ഞാനൊരു വർക്ക് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, ഇറക്കി വിടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അന്നേരം കച്ചവടം കാണുമായിരിക്കും മേ ബി. ഇത് കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനേ ഉള്ളല്ലോ. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു ദിയ അടുത്ത് റേസായി. ഞാൻ പറഞ്ഞു ദിയ പ്ലീസ് എന്നെ ദേവി ഇതിനകത്ത് പിടിച്ചിട്ട് എനിക്ക് വേറെ എന്തോ ഓക്കെയാണ്, പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കണ്ട് ഇതാക്കരുത്, എനിക്ക് പേടിയാ ദിയ എന്ന് പറഞ്ഞു. ഇവളെന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മറ്റവളെ ഞാൻ എന്തോ മറ്റേതാകുന്നത്, നീ എന്ത് നല്ല കുഞ്ഞ് കാണിക്കാൻ പോകുന്നു, നീ എന്തോ. അതായത് എന്നെ അങ്ങ് എനിക്കറിയത്തില്ല ഏട്ടാ, ഞാൻ എന്തോ ഭയങ്കര കുറ്റക്കാരി പോലെ എന്നെ അങ്ങ് ഭയങ്കര. അപ്പം തൊട്ടേ ആളങ്ങ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വോയിസ് ക്ലിപ്പ് അല്ല അതിന് മുന്നേ അയച്ചു കൊടുത്ത സാധനം അത് പഴയതാണ്. ഇപ്പോഴത്തെ റീസെന്റ് അല്ലല്ല, 1 വർഷമൊന്നും ആയിട്ടില്ല. അതായത് ഒരു എന്തായാലും ഒരു കുറച്ച് ടൈം ആയിട്ടേ ഉള്ളൂ. ആ ടൈമിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്കൊന്ന് 2 മാസം പോലും ആയിട്ടില്ല ഈ സംഭവം നടന്നിട്ടും. 2-3 മാസം പോലും ആയിട്ടില്ല. ആ സമയത്ത് തന്നെയാണ് ഈ സംഭവങ്ങളും വരുന്നത്. 2-3 മാസം പോലും ആയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ, ഡേറ്റുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഡേറ്റുകൾ ചിലപ്പോൾ ഏതെങ്കിലും പോസ്റ്റുകൾ നോക്കുമ്പോഴായിരിക്കും അറിയുന്നത്. അതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ വരുന്നത്, ഈ വോയിസ് റെക്കോർഡ് ഇടുന്നതും അതിന് മുന്നേ ആയിരുന്നു ഈ സാധനങ്ങളെല്ലാം ഇടുന്നതും. ഇത് അവരുടെ കയ്യിലുണ്ട്. ഇത് ദിയയ്ക്ക് ഇട്ട് കൊടുത്ത സാധനമല്ല, ഞാൻ ആൻമേരിക്ക് ഇട്ട് കൊടുത്ത സാധനമാണ്. ആൻമേരിയെ ദിയയ്ക്ക് ഇട്ട് കൊടുത്തത്. ഈ ദിയയാണ് എടുത്ത് മറ്റേ ഫിറോസിന് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ഇത് മാത്രമല്ല, ഞങ്ങൾ പല കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. അതും പല കാര്യങ്ങളും ഫിറോസിൻ്റെ കയ്യിലെത്തിയെന്ന് പറഞ്ഞാൽ ഫിറോസ് ഞാൻ, കാരണം ഈ സംഭവങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് ഫിറോസ് മുക്കലും മൂളലും ഞങ്ങളെക്കുറിച്ചുള്ള അലിഗേഷനും കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ സംഭവം വന്നപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. കാരണം റസൂൽ പൂക്കുട്ടി ഞാനുമായിട്ട് എന്തോ ബന്ധമുള്ളത്, ഫിറോസ് പിരിഞ്ഞിട്ട് പോകാൻ കാരണം, ഈ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ കാരണം റസൂൽ പൂക്കുട്ടിയാണെന്നോ. എന്തിനാണ് ആവശ്യമില്ലാത്തൊരു അലിഗേഷൻ എടുത്തിടുന്നത്? ഇതിനകത്ത് ഇപ്പം ഈ ഫിറോസ് ഈ
വോയിസ് ക്ലിപ്പ് പുറത്തു വിടാനുള്ള കാരണം അത് ശരിക്കും എന്താണ്? ചേട്ടാ ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താണെന്ന്. കാരണം അതിനു മുമ്പ് സജിനയുടെ വക ഒരു വീഡിയോ വന്നില്ലേ, 2 വീഡിയോ വലിയ അലിഗേഷൻ ഒക്കെ ഉന്നയിച്ചു കൊണ്ടുവന്നു. ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അത് പറയുന്നത്. അങ്ങനെ ഒരു വീഡിയോ ഇടാനും അങ്ങനെ ഒരു അലിഗേഷൻ ഉന്നയിക്കാനും എന്തൊരു കാരണമായോണ്ടാണെന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ, ഈ സമയത്ത് ഈ ഫോട്ടോസ് ലീക്കായ സമയത്ത് പുറത്ത് ആൾക്കാർ അലിഗേഷൻ തുടങ്ങി, ഞങ്ങളെ വലിച്ചീറാൻ തുടങ്ങി. ഫിറോസ് ഖാൻ അതിന് മുന്നേ ഫിറോസ് കുറേ വീഡിയോസ്, ഇക്കാൻ്റെ വീഡിയോസും കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിലും വലിയ ആൾക്കാരുണ്ട്. മറ്റേ FD ഫയലൊക്കെ വരുന്ന സമയത്ത് ഒരു സൂചന നൽകി എന്തോ സാധനങ്ങൾ FD ഫയൽ ഇട്ടേക്കുന്ന ഒരു കാര്യം. ഈ പുള്ളിക്കാരനെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ആരോടെ പോയി ജീവിച്ചാൽ ഇയാൾക്ക് എന്താ ഇയാൾ നല്ലതായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വേറൊരു ആളോട് പോകേണ്ട ഒരാവശ്യമില്ല. ഇവൻ നല്ലതല്ലാത്തോണ്ടല്ലേ നമ്മൾ ഇങ്ങനെയുള്ള. അതായത് ഈ ഫിറോസ് ഇങ്ങനെ ചില സൂചനകൾ പുറത്തു വിടാൻ തുടങ്ങിയപ്പോഴാണ് സജിന വീഡിയോ ആയിട്ട്. അപ്പം നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ, കാരണം അതുവരെ ഞാൻ അതിന് മുന്നുള്ള ഏത് വീഡിയോ ചേട്ടൻ വന്ന് നോക്കിയോ, ഞാൻ പുള്ളിയെക്കുറിച്ച് ഇച്ചി പോന്ന് പറഞ്ഞ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാത്തത് എൻ്റെ മോന് കുഞ്ഞിനെ ബഹുമാനിച്ച് ഞാനാണ് അനുഭവിച്ചിട്ടുള്ളത് ലൈഫിൽ നിന്ന്, അല്ലാതെ പുള്ളിയല്ല അനുഭവിച്ചിട്ടുള്ളത്, ഫുള്ള് ഞാൻ അനുഭവിച്ചത്. അപ്പം ആ ഒരു പ്രശ്നം കാരണം മാത്രം കുറച്ചൊന്നും മാറി നിൽക്കാന്നുള്ള രീതിയിൽ പുള്ളിയെടുത്ത് ഭയങ്കരമായിട്ട് പുള്ളി പ്രശ്നങ്ങളൊന്നും വേണ്ട. കാരണം കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണുമല്ലേ, കുഞ്ഞിനല്ലേ ഇപ്പോൾ ബാധിക്കുന്നത്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും വന്ന് പോസിറ്റീവായിട്ട് ആദ്യത്തെ ഒരു വീഡിയോ ഡിവോഴ്സ് ആവുന്നെന്ന് പറയുന്ന സമയത്ത് പോലും ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊന്നും ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 വർഷമായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് നിൽക്കുകയെന്ന് ഞാൻ ആ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. ആൾക്കാർ വന്ന് ആ വീഡിയോ ഇട്ട സമയത്ത് ഞങ്ങൾ പിരിഞ്ഞെന്ന്, അങ്ങനെ സമയത്തും അല്ല ഞങ്ങൾ ഇട്ടത് പിരിഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട് 1.5-2 വർഷമായിട്ടുണ്ട് ഞങ്ങൾ പിരിയാനുള്ള കാരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പുള്ളിയും വന്ന് പറഞ്ഞിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിന്നിട്ടില്ല നമ്മൾ. പക്ഷേ ഈ ഒരു സാധനങ്ങൾ ഫിറോസ് ഖാൻ ഇങ്ങനെ ഇടാൻ തുടങ്ങിയപ്പം ഈ ഫോട്ടോ കൊണ്ട് ലീക്കായപ്പം ആൾക്കാരെങ്ങ് കയറി ഏറ്റെടുത്തു. ഈ ഫോട്ടോ ഇദ്ദേഹം ലീക്കാക്കിയതാണ് അല്ലേ? ഫിറോസ് ഖാൻ തന്നെ ഫുള്ള് ലീക്കാക്കി. അതിന്റെ നമുക്ക് എങ്ങനെ അത് അറിയാൻ പറ്റുന്നത് ഇദ്ദേഹം ലീക്കാക്കിയെന്ന്? സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ ഫോട്ടോസ് അതൊന്നും പുള്ളിയല്ല, അതൊന്നും ഞാൻ ഇല്ലാത്ത കാര്യത്തിൽ നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് എൻ്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തത് അത് ആദ്യത്തെ ഒരു ഫോട്ടോസ് അല്ല, ഫേസ്ബുക്കിൽ അതൊന്ന് ഒരു ചെറിയൊരു ലൈവ് പോലത്തെ ഒരു സാധനം വന്ന് ഞാനത് ആ ഫോട്ടോസ് ഒന്നും ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണ്. ആ സമയത്താണ് ഇത് ചെറുതായിട്ടൊരു സൂചന തന്നപ്പോഴത്തേക്ക് ഉടനെ പെട്ടെന്ന് ഫിറോസ് ഖാൻ അതെടുത്തിട്ട് കുറേ ആൾക്കാരെ വിളിച്ചിട്ട് ഫിറോസ് തന്നെയാണ് കുറച്ച് ആൾക്കാരെ വിളിച്ച് ഈ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ഉപയോഗിച്ചു ശരിക്കും പറഞ്ഞാൽ. അതായത് റസൂൽ പൂക്കുട്ടി എന്റെ ജീവിതം തകർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അങ്ങനത്തെ ഒരു അലിഗേഷൻ പുള്ളി പറയാൻ തുടങ്ങിയപ്പോഴാണ്. കാരണം ഈ ആൾക്കാർ പറയുമ്പോൾ ഫിറോസ് ഖാൻ ഇവിടെ നിന്നുള്ള ആക്ഷനാ കർമ്മ വരും എന്നൊക്കെ പറയുമ്പം ആൾക്കാർ വിചാരിക്കും പുള്ളി ഉള്ള സമയത്താണ് ഞാൻ പുള്ളിക്കാരനോട് പോയെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അപ്പം എൻ്റെ കാരണങ്ങൾ, കാരണം എന്നെ എൻ്റെ ലോകത്ത് എന്നെ രക്ഷിച്ച ഒരു മനുഷ്യനാണ് അയാൾ, എന്നെ ദ്രോഹിക്കാത്തൊരു മനുഷ്യനാണ്. എന്നെ ഇപ്പോഴും ഞാൻ ഇവിടെ ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ, സജിനയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ അങ്ങേരാണ്. എൻ്റെ മക്കൾ ഇപ്പോഴും കഴിക്കുന്ന നല്ല രീതി എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അതിന് കാരണം അങ്ങേരാണ്. കാരണം വർക്കില്ലാത്ത സമയത്ത് എന്നെ നോക്കിയൊരു മനുഷ്യനാണ്. എനിക്ക് അയാളെ എവിടെയും വലിച്ചു കീറാനോ ഒട്ടിക്കാനോ എനിക്കല്ലാതെ അയാൾ അങ്ങനെ ചെയ്താൽ എൻ്റെ മക്കൾക്കും എനിക്ക് ശിക്ഷ കിട്ടത്തുള്ളൂ. അത്രയും നല്ലൊരു മനുഷ്യനാണ് അയാൾ. അങ്ങനത്തെ ഒരു അലിഗേഷൻ വന്നപ്പം ഇപ്പോൾ ശരിക്കും ഇദ്ദേഹം ഇത് പുറത്തു വിട്ടല്ലോ, ഫിറോസ് പുറത്തു വിട്ടു. അതപ്പോൾ റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിനെ ബാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത്? കാരണം പുള്ളി ഇങ്ങനെയുള്ള അലിഗേഷൻ കാര്യങ്ങളൊന്നും പുള്ളി ഏറ്റെടുക്കാനോ അങ്ങനെ അതിന് പ്രതികരിക്കാനോ എൻ്റെ അടുത്ത് പോലും പറഞ്ഞത് നീ സംസാരിക്കാൻ പോകണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. കാരണം പുള്ളിക്ക് ഇതിനകത്തുള്ള അലിഗേഷനും കാര്യങ്ങളൊന്നും പുള്ളി അങ്ങനെ താല്പര്യമില്ല പുള്ളിക്ക് അതിന്. കാരണം ഇതൊക്കെ പുള്ളി പറയുന്നത് അത് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, അത് വിട്ടേക്ക്. പക്ഷേ ഈ വോയിസ് റെക്കോർഡ് വന്നപ്പോൾ ഭയങ്കര നമ്മളെല്ലാവരും കുടുംബത്തിന് അതൊരു വിഷയമാകത്തില്ല. അതൊക്കെ നമ്മൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവരെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കാടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഫുൾ സപ്പോർട്ട് ഞങ്ങളോട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ എന്ത് നടപടിയാണ് ഇതിനെ സ്വീകരിച്ചത് ചേട്ടാ? അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ വന്ന് ഫിറോസ് ഖാൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളെടുത്തിട്ട് എന്നെ കുറേ അലിഗേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഫിറോസ് ഖാൻ്റെ കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നത്. അതെല്ലാം ഞാൻ പറഞ്ഞതിന് ശേഷം ഫിറോസ് ഖാൻ അടുത്തത് എൻ്റെ ഒരു വീഡിയോ ഇതെല്ലാം കൂടെ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ വീഡിയോ വന്ന സമയത്ത് ഫിറോസ് ഖാൻ ഇട്ട ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു, അത് പുള്ളി മൊത്തം ഡിലീറ്റ് ചെയ്തു.
ഞാനും എൻ്റെ പോസ്റ്റിൽ ആ പുള്ളിക്കാരൻ ഇട്ട വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ പുള്ളി എന്നെ വിളിച്ച് കരയുമായിരുന്നു, സജിന നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യും. 17-കാരിയുടെ ആ ഒരു സാഹചര്യം എന്തായാലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ ഈ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്, എല്ലാ പോകൃതങ്ങളും പണ്ടേ ഞാൻ അറിയുന്നുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് പുള്ളിയുടെ എല്ലാ തെളിവ് സഹിതം എൻ്റെ കയ്യിൽ പല പെണ്ണുങ്ങളും എന്നെ വിളിച്ച് കരഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞാൻ പറയാം നിങ്ങൾ അനുഭവിക്കണം. ഇതിന് മുന്നേ ഒരു കാര്യങ്ങളും ഞാൻ അവരുടെ വീട്ടുകാർക്ക് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെ കുറച്ച് മോശമായിട്ട് പോകുന്നുണ്ട് നോക്കിക്കോണേ. പിന്നെ ഒരു ബിഗ് ബോസിൽ ഒരു താരം ഒരു പെണ്ണുമായിട്ട് പോയി മുമ്പ് ദുബായിൽ പോയിട്ട് ദുബായിലല്ല മുംബൈയിലോ ഡൽഹിയിലോ ഒന്നുകൊണ്ട് പോയിട്ട് കുറച്ച് അവിടെ പോയി കുറച്ച് ഡ്രഗ്സൊക്കെ അടിച്ചിട്ട് ഇവർ റോഡിൽ കിടന്ന് മേഞ്ഞതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ചേട്ടാ. കാരണം ഞാൻ എന്ത് ചെയ്താലും ഫിറോസ് ഖാനും അറിയാമായിരിക്കും, ഫിറോസ് എന്ത് ചെയ്താലും ഞാനും അറിയുമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ എനിക്ക് പിന്നെ ഈ പുള്ളി എൻ്റെ ലൈഫിൽ നിന്ന് പോയ ആളെ ഞാൻ പിന്നെ പിടിച്ചെനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ എന്നിട്ട് സഹിച്ച് മിണ്ടാതിരുന്നത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചൊറിയാൻ വേണ്ടെന്ന് നമ്മൾ ഒരു ദിവസം നമ്മൾ പറയുമല്ലോ, എത്രയെന്ന് പറഞ്ഞാലും നമുക്ക് തിരിഞ്ഞ് കയറി കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞ് പറയേണ്ട ആവശ്യം വരും. അങ്ങനെയാണ് ഈ സത്യാവസ്ഥകളെല്ലാം പറഞ്ഞ് ഞാൻ കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ കൊച്ചിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു, ആ കുട്ടിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് 16-17 വയസ്സുള്ള കുഞ്ഞിനെയാണ് വിളിച്ചുകൊണ്ട്, സ്വന്തം മോക്ക് 17 വയസ്സേ ഉള്ളൂ ചേട്ടാ. ഇപ്പം അതൊരു ഇപ്പം ആ കൊച്ചിന് 18 വയസ്സായിട്ടുണ്ട്. ഈ ഫെബ്രുവരി ഒരു കൊല്ലം ആയിട്ടുണ്ട്. സമയത്താണ് ഹോട്ടലിൽ ഈ കൊച്ചിനെ കൊണ്ടുപോയി പ്രേമം നടിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഭയങ്കര ഇതാക്കിയിട്ടെല്ലാം വന്നിട്ട് നേരെ ഹോട്ടലിൽ വന്നു ഈ കൊച്ചിനെ യൂസ് ചെയ്യുകയാണ്. അത് പറയുന്നുണ്ട്. അതിൻ്റെ വോയിസ് റെക്കോർഡ് ഫുൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. നിയമപരമായിട്ടാണ് അത് നിയമപരമായിട്ട് തന്നെ ഞാൻ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചു കടന്ന് പറയുന്നുണ്ട് എനിക്ക് ഈ കുഞ്ഞിന് പേടിയാണ്. അതിൻ്റെയും പൊട്ടത്തരത്തിൽ ഈ പറഞ്ഞ കണക്ക് പോയതായിരിക്കാം. ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു, അങ്ങനെ സംസാരമായിരുന്നു. അങ്ങനെ ഇതിനെ ഉപയോഗിച്ചതിന് ശേഷം ഇതിനെ ഒഴിവാക്കാൻ കണ്ടത് ഇവൾ ഏതൊക്കെയോ ആണുങ്ങളെ മെസ്സേജ് ചെയ്യുന്നു, ഏതൊക്കെയോ പെണ്ണുങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ അലിഗേഷൻ പറഞ്ഞിട്ട് ഇവന് സൈബർ സെല്ലിൽ ആരൊക്കെയോ പരിചയമുണ്ട്, നിന്നെ പൊക്കൂടി എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനെ വരട്ടിയാണ് ഈ കൊച്ചിനെ ഒഴിവാക്കുന്നത്. അതും ട്രോമയിലൊക്കെ പോയിട്ടാണ് നിന്നത്. അതും പറയുന്നുണ്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അല്ല വീട്ടുകാരെ അറിയിപ്പിച്ചിട്ടില്ല. അതിപ്പോഴും വീട്ടുകാരെ അറിയിപ്പിച്ചില്ല. അവരെ കുറച്ച് കസിൻസൊക്കെ അറിയാം. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു മോളെ എന്നാൽ പിന്നെ മോളൊരു പെറ്റീഷൻ കൊണ്ട് നമുക്ക് രണ്ടുപേരും നിന്റെ പേരോ നീ ആരോ ഒന്നും ഞാൻ വെളിയിലാക്കത്തില്ല, നമുക്കൊരു കൊടുക്കാം. കാരണം ഇവൻ ഇങ്ങനെ നിൽക്കുമ്പം ആ സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പം പറഞ്ഞു ആയത്താ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് ഞാൻ കൊണ്ട് കേസ് കൊടുക്കാം. കേസ് കൊടുക്കുമ്പോൾ എന്തായാലും സത്യാവസ്ഥ തെളിയുമല്ലോ, എന്തായാലും തിരക്കുമല്ലോ. അപ്പം മോള് കാര്യമായിട്ട് പറഞ്ഞാൽ മതി, ഇങ്ങനെയൊക്കെയാണ്. മോളുടെ പേരോ മോളുടെ വീട്ടുകാരോ ഒന്നും ഞാൻ വലിച്ചിടത്തില്ല, പറയത്തുമില്ല. മോളും പറയണ്ട, നീ അത് മേടിക്കേണ്ട, അതിൻ്റെ ഉറപ്പ് ഞാൻ തരുന്നു. എനിക്കും പെങ്കൊച്ചുങ്ങളുള്ളതാണ്, ഒരിക്കലും ഞാൻ നിന്നെ പുറത്തിടത്തില്ല എന്നുള്ള എല്ലാ റെക്കോർഡും നമ്മളിലുണ്ട്. അതിൻ്റെ സംസാരിച്ച എല്ലാ റെക്കോർഡും അത് ഏറ്റു പറയുന്നതും അതിനെ എങ്ങനെ യൂസ് ചെയ്തെന്നുള്ള പറയുന്ന തൊട്ട് ഇവൻ കൊണ്ട് യൂസ് ചെയ്ത് രണ്ടാമത് ഇവൻ വിളിച്ച് യൂസ് ചെയ്യാൻ ഇവർ ഒരു വണ്ടി ഏതാണ്ട് അവിടെ നിന്നുകൊണ്ട് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അപ്പോഴും ഇവൻ വിളിച്ച് അതിൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവൻ ഇങ്ങനെയാണെന്നുള്ളത്. ഞാൻ അന്നേരത്തേക്ക് ഇവന് പോയില്ല. അങ്ങനെ ഒരു വട്ടം ഇവനെ യൂസ് ചെയ്തെന്നുള്ള എല്ലാ കാര്യം തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ കൊച്ചു കടന്ന് പറയാം. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം വന്നിട്ടാണ് ഞാൻ കേസ് കൊണ്ട് കൊടുത്തത്. കേസ് കൊണ്ട് കൊടുത്തതിൻ്റെ ഫയലാണ് ഈ 28-ാം തീയതി 4-ാം മാസം 28-ാം തീയതി ഞാൻ കൊണ്ട് കൊടുക്കുന്നത്. ആ സമയത്താണ് അതാണ് സാർ ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ അത് പോയി കൊടുത്ത് എല്ലാ അലിഗേഷനും പറഞ്ഞ് ഈ പുള്ളിക്കാരൻ എന്നെ ദ്രോഹിക്കുന്നതും എനിക്ക് ഡിവോഴ്സ് തരാത്തതിൻ്റെ കാര്യം, എന്നെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറഞ്ഞു നടക്കുന്നതിൻ്റെ കാര്യം, എന്നെ ഓരോ ആണുങ്ങളെ വെച്ച് കൂട്ടി പറയുന്നതിൻ്റെ എല്ലാം A to Z. കാരണം എൻ്റെ ചേട്ടാ എനിക്ക് വർക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം വലിയ ഇപ്പം എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല. വലിയ പ്രമുഖമായ ആൾക്കാരെ വരെ ഇവരും വിളിച്ചിട്ട് എനിക്ക് വർക്ക് തരാൻ പോകുന്ന ആൾക്കാരെ വിളിച്ചിട്ട് വലിയ നടന്മാരെ വരെ വിളിച്ചിട്ട് ഇവൻ എൻ്റെ പെണ്ണുപിള്ളെ നീ വെച്ചുകൊണ്ടിരിക്കുകയാണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുക. അപ്പോൾ എനിക്ക് വർക്ക് തരുമോ ഏട്ടാ? അവർ ഫാമിലിയായിട്ട് ജീവിക്കുന്നവർ ഒരിക്കലും വർക്ക് തരത്തില്ല. കാരണം അവർക്ക് പേടിയാണ്. വലിയ ആൾക്കാരെ വിളിച്ചിട്ട് ഇവൻ ചീത്ത വിളിക്കും. എനിക്കൊരു വർക്ക് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവരെ വിളിക്കും, നീ വെച്ചുകൊണ്ടിരിക്കും എൻ്റെ ഭാര്യയെ. ഇങ്ങനെ എന്നെ അതായത് മെൻ്റൽ ടോർച്ചറിങ് ഭയങ്കര വരുന്നുണ്ട്. ഇവൻ മെൻ്റൽ എന്നല്ല, എന്നെ ജീവിക്കാൻ പറ്റില്ല. ഇവനിട്ട് അങ്ങോട്ട് വേണ്ടാന്നാണ് ഇവൻ അത് പറയും ചെയ്യും, ഇവന് വേണ്ടാന്ന്. പിന്നെ എന്തിനാണ് ഇവൻ എന്നിട്ട് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അങ്ങനെയാണ് ഞാനിവിടെ കേസ് കൊടുത്തിട്ടാണ് നമ്മൾ ആ വീഡിയോ വന്ന് ചെയ്യുന്നത്. വീഡിയോ വന്ന് ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞപ്പം ഈ ഫിറോസ് ഖാൻ എന്നെ വിളിച്ചിട്ട് എന്നെ കരഞ്ഞ് വിളിച്ചിട്ടൊരു സംസാരമുണ്ട്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്തോട്ടെ ചേട്ടാ. കാരണം സത്യാവസ്ഥ ആൾക്കാർ അറിയണമല്ലോ. ഈ പോക്സോ കേസ് കൊടുത്തു എന്ന് അറിഞ്ഞപ്പോഴാണ് പോക്സോ കേസ് കൊടുത്തു എന്ന് അറിഞ്ഞപ്പം ഹലോ കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്നിട്ട് റൂമൊക്കെ എന്തെങ്കിലും കാരണം ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം
ഫിറോസ്ക, അത് അത്രയല്ല, ഞാൻ ഇപ്പൊ സീരിയസ്ലി ഞാൻ എനിക്ക് കേസ് സൂയിസൈഡ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ചെയ്യും. ഇല്ലാതെ എനിക്ക് ഒരു മാർഗ്ഗമില്ല. എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. സീരിയസ്ലി ഞാൻ പറയുക. ഫിറോസ്ക്ക് ഇതൊക്കെ നീ അത് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയോടായിരുന്നോ? വന്നിട്ട് ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തില്ല. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ ഇത്രയും എത്രയും help ചെയ്ത നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്ക്ക? ഞാൻ എന്നിട്ടും എന്റെ അല്ല, മനസാക്ഷിക്കാണ് അത് ഞാൻ ഇതെല്ലാം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഊമക്കത്താരം ഫിറോസ്ക്ക. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ഒരു ചെയ്തു തരാം. കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ നീ ഞാൻ പക്ഷെ നാണം ഞാൻ കെട്ടത് ഇനി പോലെ എന്തെങ്കിലും തന്നെയാണ് ആലോചിച്ചിട്ട് നീ ഫിറോസ്ക്കായി നാണം എനിക്ക് കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ കണക്ക് ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങൾ നാണം ആണ് കെട്ടില്ലേ എല്ലാരും? അത് മാത്രം നീ സജിന എന്നെ നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഇങ്ങനെയാണോ കാണുന്നത്? ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ നിന്നെ കുറിച്ച് ചെയ്യുമ്പം ഒരു വാക്കുകൾ ഞാൻ പോലും അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു നിന്നെ വീഡിയോ ആയിരുന്നില്ല ഞാൻ ഇട്ടപ്പോഴും പിടിക്കുന്നത്. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ്ക്ക് അവിടെ അപ്പൊ കിടന്ന് ആ ഇങ്ങനെ മെസ്സേജ് എന്റെ കാണിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് വന്നത് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് എന്തൊക്കെയാണ് നീ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കോ അത് മെസ്സേജ് വന്നു. എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം ഒരു കൊണ്ട് ഏറി ദിവസമല്ല, കയറി നിനക്ക് ആൾക്കാര് അറിയില്ല മൊത്തം. എന്തോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് നീ ആലോചിച്ച് ഞാൻ സൂയിസൈഡ് ചെയ്യും ഉറപ്പായിട്ട്. റോസിക്ക, ഞാൻ ഒരു കാര്യം ഒന്ന് പറയട്ടെ, ഇത് പറഞ്ഞാൽ മതി. ഉപ്പ് ഒരു തിന്നുവൻ വെള്ളം കുടിക്കും. ഊമക്കത്തായിരുന്നു എന്ന് ഇപ്പൊ പറയുന്നത് നിനക്ക് ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പം ബാക്കിയുള്ളവർ അതിന്റെ തെളിവ് എടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ നീ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ ഊമക്കത്താരെന്ന് എല്ലാരും. പറഞ്ഞാൽ മതി. നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല. നീ ചിലപ്പോൾ കേൾക്കുന്ന വേറെ ആയിരിക്കും. ഞാൻ മരിച്ചെന്നുള്ളതായിരിക്കും. ഞാനൊരു കാര്യം ഓക്കെ, പറ്റേ, ഞാൻ ഞാൻ ശരിക്കും ഇതിനെ പറയാം. ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഇന്ന് ഞാൻ ഫോക്കസ് പറഞ്ഞോട്ടെ, ചെയ്യാൻ ഇതിപ്പം കേസാന്ന് നിന്റെ അവസ്ഥയൊക്കെ പറയാതെ അറിഞ്ഞൂടാത്തോണ്ടാ ഇപ്പൊ. ഈ കേസ് കൊടുക്കുമ്പോ കേസ് ഇൻവാലിഡ് ആവുമ്പം ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും ഇത് വന്ന് പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ അതാണ് സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പം അത് ഫോക്കസ് ആക്കുക. പിന്നെ ആൾക്കാർ പറയും, ഓ ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ്ക മണ്ടത്തരം കാണിക്കാതെ. ഇപ്പൊ ഈ 2 ദിവസം കഴിയുമ്പോ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ അതിന്റെ പേര്, പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഊമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഓ ഇത് ഇപ്പൊ അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയെന്ന് പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ. ഞാൻ പറയാനുള്ള പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് നിന്റെ ഉള്ളിൽ ഒരു കുത്തുണ്ടായിരിക്കും. ഫിറോസ്ക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനിലാണ് ഇന്നലെ ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും കൂടെ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് കളയുന്നതിനും എനിക്കിത് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാൽവഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇതാരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും അത് കുത്തിപ്പൊക്കാനില്ല. അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിക്കോ. ഇത് ദിയേക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. ഈ സറൗണ്ടിൽ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കയ്യിൽ തന്നെ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഒന്നുമില്ല. അത് അങ്ങനൊന്നും അല്ല. അത് നിനക്ക് മാത്രമേ ഉള്ളൂ. വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പം ഇവരെല്ലാരും കൂടെ പറയും, ഇവർ രണ്ടുപേരും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതങ്ങനെ വേറൊരാൾക്ക് പോകുന്നത്? ഞാനത് പറഞ്ഞല്ലോ, എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തല്ലേ. അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, സജന നീ എങ്ങനെയെങ്കിലും ഇത് ഊമക്കത്ത് വന്ന നിനക്കൊരു ഊമക്കത്ത് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നീ അതങ്ങ് ഇല്ലാതാക്കുക. നീ ഒരു വീഡിയോ ചെയ്തെതിരായിട്ട് പ്ലീസ് സജന, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന കണക്കൊരു വീഡിയോ വോയിസ് റെക്കോർഡ് അല്ല ഇത്. ഒന്നും അല്ല ഒരു വീഡിയോ പോലെ അല്ല ഇത്. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും, അറസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ മൊത്തം ചാനലും ആവും, ഭയങ്കര മോശമാണ്. ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് അതിനകത്ത്, ഞാൻ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ചോദിക്കുന്നുണ്ട് ചെയ്യുമ്പോൾ അറിയത്തില്ലായിരുന്നോ എന്ന് ഞാൻ ചോദിക്കുന്നു.
ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് പുള്ളി അങ്ങ് ഭയങ്കര ഇമോഷണലായി. ലാസ്റ്റ് അവരുടെ വീട്ടുകാർ എന്നെ വിളിച്ചിട്ട് കരയുന്നു. അപ്പം ഞാൻ ആ മനസാക്ഷി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് വീണ്. എന്നിട്ട് ഞാനും ബാക്കിയുള്ളവരത്തൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, വേണ്ട നമുക്ക് മൂവ് ചെയ്യേണ്ട, എത്രയെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിൻ്റെ തന്തയല്ലായിരുന്നു. അത് തന്നെ സാർ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ എൻ്റെ ഫോൺ കിട്ടിയിട്ടില്ലായിരുന്നു. അവരിപ്പം റീസെൻ്റ് ഒരു 3-4 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കേസ് അങ്ങനെ തന്നെ നടക്കും, അത് ക്ലോസും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ കോൾ വന്നിട്ടില്ലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ പാർട്ടിയുടെ സമയത്തൊക്കെ ആയിരുന്നു ഈ സംഭവം നടക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് സമയങ്ങൾ എടുത്തുകൊണ്ടായിരിക്കാം മേ ബി എന്നെ വിളിക്കാഞ്ഞത്. അപ്പം ഞാൻ വിളിച്ചായിരുന്നെങ്കിലും ഞാൻ പറയാൻ നിന്നത് വേണ്ടത് ഞാൻ ഈ കാല് പിടിച്ച് അപേക്ഷത്തിന് ശേഷമാണോ നിങ്ങളുടെ വോയിസ്? അതിനുശേഷം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ റസൂൽക്കാരുടെ പേരിലുള്ള അലിഗേഷൻ ഫുള്ള് ഡിലീറ്റ് ചെയ്യും, ഞാനും ഈ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇത് എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്, അത് സജൻ നീ ഒരു വീഡിയോ ചെയ്യുക, ഇത് ഊമക്കത്താണ്, അങ്ങനെയുള്ള ഒരു കള്ളമല്ല, ഇതൊന്നും അങ്ങനെയല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ആർക്കും പ്രതികരിക്കാൻ പോകുന്നില്ല, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലേ, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നമ്മൾ രണ്ടുപേരും മിണ്ടാതിരിക്കാം. എന്നിട്ട് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്തു. മെൻ്റലി പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഒരാൾ കരഞ്ഞു പിടിക്കുമ്പം ഞാൻ അത്രയും മനസ്സലിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ശരി ഫിറോസ്ക്ക, നിങ്ങളൊന്നും ചെയ്യേണ്ട, വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്, ഞാനല്ലല്ലോ ഇതെല്ലാം വരുത്തി വെച്ചത്, തെളിവ് സഹിതം കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് പുള്ളിക്കാരിയോട് സംസാരിക്കാൻ, അത് ഇങ്ങനെയാണ് സജന എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് ആ കേസ് ഞാൻ അവിടെ വിളിച്ചാലും ഞാൻ പറയാൻ സാർ ഇപ്പം അങ്ങനെയൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് ഇതാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗ്യാപ്പ്. ഫിറോസ് ഖാൻ ഭയങ്കര ബ്രില്യൻ സൈക്കോ ആണെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ഈ ഒരു ഗ്യാപ്പ് ഫിറോസ് ഖാൻ എടുപ്പിച്ചത് ഞങ്ങളെ കൊണ്ട്. ഈ ഗ്യാപ്പ് കൊണ്ട് അവിടെ പോയി ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തോ എന്തോ ചെയ്തിട്ടുണ്ട് അവിടെ. അതെന്നെ വിളിച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മെസ്സേജ് ഇട്ടിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ആ മെസ്സേജിനകത്ത് പറയുന്നത്, എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് പുള്ളി പേടിച്ചിട്ട് പുള്ളിക്കാരൻ ഫ്രണ്ടിൽ നിന്ന് പറയിപ്പിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ ഉടനെ ഞാനിത് കേട്ട് ഇട്ടത് 8:10 ഞാൻ കേൾക്കുന്നത് 10 മണിക്കാണ്. ഞാൻ കേട്ട ഉടനെ തന്നെ ഈ കൊച്ചിന് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുന്നത്. എന്നെ തെളിവിനാണെങ്കിൽ അത്. അപ്പോൾ എനിക്ക് തോന്നി ആ പുള്ളിക്കാരിയുടെ അടുത്ത് നിന്ന് പുള്ളിക്കാരിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇടിപ്പിച്ചതായിരിക്കും മേ ബി. അത് തെളിയിക്കണം. കേസ് ഞാൻ ഇനി എന്തായാലും ഞാൻ വെറുതെ നിൽക്കത്തില്ല. ഒരു പോക്സോ കേസാണ്. ഇവൻ ഇന്ന് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വന്തം മോക്ക് 17 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ സ്വന്തം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇവൻ കൊണ്ട് യൂസ് ചെയ്തത് എങ്കിൽ അന്നേരം ഇനി എങ്ങനെ ഏതൊക്കെ പെൺപിള്ളേർ ഇവനെ യൂസ് ചെയ്യത്തില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ഞാൻ ഇതെന്തായാലും മുന്നോട്ട് തന്നെ പോകും. ഇവൻ ഇത്രയും സൈക്കോത്തരം കാണിച്ചിട്ട് ഈ കേസിൽ ആക്ച്വലി ഇവൻ എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ആൻമേരിയും ദിയാസനെയും ഒക്കെ എടുത്തിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വെളിയിൽ വന്നത്. ആൻമേരിയ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ എനിക്ക് പറയാനാണെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട്. ഈ 3 കോടിയുടെ കാര്യങ്ങൾ വരുന്നുണ്ട്. 3 കോടി ഞാൻ യൂസ് ചെയ്തിക്കാൻ ഭീഷണിപ്പെടുത്തി ഞാൻ മേടിച്ചു. എൻ്റെ വീട് ജപ്തിയായിട്ട് കിടക്കും. 25 ലക്ഷം രൂപ. ഇപ്പോഴും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എടുത്തു തരാം. റസൂൽ പൂക്കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഞാൻ മേടിച്ചു. ആരാ? ഞാൻ അങ്ങനത്തെ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല. അല്ല, അങ്ങനെ ഒരു സാധനം ചെയ്തെങ്കിലല്ലേ. ഇപ്പം ദേഷ്യപ്പുറത്ത് നമ്മൾ പറയുമായിരിക്കും. പരസ്യമായിട്ട് നിങ്ങൾ ഈ ബന്ധം നിഷേധിക്കുന്നില്ല. അതാ ഞാൻ ചോദിക്കുന്നത് ചേട്ടാ. ഇപ്പം നമ്മൾ അങ്ങോട്ട് തമ്മിൽ പറയുന്ന ഞങ്ങൾ തമ്മിലുള്ള തികച്ചും അലിഗേഷൻ, ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങളാണ്. തികച്ചും പേഴ്സണൽ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് പറയാനൊന്നുമില്ല. അപ്പൊ അതിനകത്തുള്ള ഭീഷണി എന്തോ ഭീഷണിയാണ്. എന്നിട്ട് പറയുന്നത് 3 കോടി ഞാൻ മേടിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ദൃശ്യങ്ങൾ വല്ലതും പകർത്തിയിട്ടുണ്ടോ? ഏതാ ദൃശ്യങ്ങൾ? നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളുടെ എനിക്കറിയില്ല. അതൊന്നും എനിക്ക് സ്വകാര്യ നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങൾ? അല്ല, ഞാൻ ചോദിക്കുന്നത് ചുമ്മാ ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സാധിക്കും. അതെ, വാക്ക് തർക്കത്തിൽ ബ്ലാക്ക് മെയിൽ. പിന്നെ അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ഞാൻ കൊണ്ട് ഇത്ര രൂപ ചിലവാക്കിയെന്ന്? ചേട്ടാ, അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ 3 കോടി സബ്ജക്റ്റുകൾ വരുന്നതും ഇത് ചാനലിലോട്ട് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നത് ഇവർ തന്നെയാണ്. ഈ ദിയാസനയും ഈ ആൻമേരിയ എന്ന് പറയുന്നതും. അങ്ങനെയാണെങ്കിൽ ആൻമേരിയയുടെ കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ആൻമേരിയ സംഭവം ചെയ്തിട്ട് ഒരു വ്യക്തിയെ, പ്രമുഖമായ ഒരു ഡയറക്ടറിനെ ഭീഷണിപ്പെടുത്തി 1.5 കോടി 2 കോടിയുടെ അടുപ്പിച്ചുള്ള ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്. 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപ എന്താണ്ട് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ FD ആയിട്ടിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് വലിയൊരു പ്രമുഖമായ ഒരു പ്രൊഡ്യൂസറാണ്. അയാളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ലണ്ടനിലൊക്കെ വന്നപ്പോൾ, നാട്ടിൽ വന്നപ്പം ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞൊരു ആരെങ്കിലും ഒരാളെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പുള്ളിക്കാരെ ഒരു ഹോട്ടലിൽ കൊണ്ടുവരിക. അവിടെ വന്നിട്ട് ഈ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്തി. എനിക്ക് തോന്നുന്നു മറുനാടൻ ചാനലിലാണ് ഇവളുടെ അച്ഛൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരിയുടെ ഒരു നടിയുടെ ഒരു അച്ഛനെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ
ഭിക്ഷ തെണ്ടിക്കൊണ്ട് നടക്കുന്ന ഒരു കൊച്ച്, അത് കൊച്ചിയിൽ, അത് ഈ പുള്ളിക്കാരിയുടെ അച്ഛനാണ്. ഇത്രയും തറയിൽ നടക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെ 1.5 കോടി 2 കോടിയുടെ ഫ്ലാറ്റ് വരും? അക്കൗണ്ട് നിറച്ച് പൈസ എങ്ങനെ വരും? ഇതൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് ചേട്ടാ ഇവരെല്ലാം. എനിക്ക് ആക്ച്വലി ഞാനല്ല ഈ പറഞ്ഞ കേസുകളൊന്നും ചെയ്യുന്നത്. ഇവരെല്ലാം ചെയ്തിട്ട് എൻ്റെ പേരിലോട്ട് അങ്ങ് അലിഗേഷൻ പിടിച്ചിടുക. ഞാൻ റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവാ. അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം, എൻ്റെ അക്കൗണ്ട്. അല്ലെങ്കിൽ പോട്ടെ, പുള്ളിക്കാരൻ വന്ന് പറഞ്ഞോ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ചെയ്ത്, പുള്ളിക്കാരൻ വന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ഞാൻ വന്ന് പറയണ്ടേ? ഇത് തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ കാര്യം എടുത്തത് ഇവരല്ലേ ഇട്ടത്. അപ്പോൾ തെറ്റുകാരാരാണ് ചേട്ടാ? ഞങ്ങളെ ക്രൂശിച്ച് ഈ നാട്ടുകാരുടെ മുന്നിലോട്ട് വലിച്ചു കീറി ഇട്ടുവരെ ഇവരല്ലേ. അപ്പം ഉറപ്പായിട്ടും ഇവർ തെറ്റുകാരും മനസ്സിലാക്കി. ഈ ദിയസനയുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തെറ്റുകാരി അല്ലെങ്കിൽ അവളെ കൊണ്ട് ചെക്ക് ചെയ്യട്ടെ, അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട്. കാരണം അവിടെയുള്ള പിള്ളേർ, കൊച്ചു പിള്ളേരോട് കൊച്ചു പിള്ളേർക്ക് പോലും ഈ സാധനങ്ങൾ കൊടുക്കുന്നു പറഞ്ഞുകൂടാ. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സാധനം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെളിയിക്കണം. പിന്നെ ആൻമേരിയുടെ കാര്യം തെളിവല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ചേട്ടാ ഞാൻ തെളിവ് സഹിതം കൊടുത്തരാം. ആൻമേരിയുടെ അവളിട്ട് ഭീഷണിപ്പെടുത്തുന്നതും അയാളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് അല്ലാത്ത രീതിയിൽ ഇപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. പല ഇല്ലീഗൽ എമൗണ്ട് പോലും പുള്ളിക്കാരുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. പുള്ളിക്കാർ തിരിക്കട്ടെ, തിരക്കണം, പോലീസ് സ്റ്റേഷനിൽ തിരക്കണം ഇതൊക്കെ. കാരണം പുള്ളിക്കാർക്ക് എങ്ങനെ ഈ വരുമാനം വരുന്നെന്നും ഇല്ലീഗലായിട്ടുള്ള എമൗണ്ട് എവിടെ നിന്ന് വരുന്നെന്നുള്ള കാര്യങ്ങൾ തെളിയിക്കണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ അലിഗേഷൻ വന്നാൽ ഞാൻ ഈ പറഞ്ഞ തീയെ പറയും, എന്നെ കൂടെ തീയ്ക്ക് പേടിയാണെങ്കിൽ ഞാൻ വരാം, ഞാൻ കൂടെ നിന്ന് ഞാനും കൂടെ ചെക്ക് ചെയ്യാം. ഇനി എൻ്റെ വീട്ടിൽ നടന്നപ്പോൾ ഇനി എന്നെയും കൂടെ ചെക്ക് ചെയ്യണമല്ലോ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഉറപ്പായിട്ടും ഞാനും നിൽക്കാതെ. അപ്പോൾ ഇങ്ങനെയുള്ള അലിഗേഷൻ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ അങ്ങ് ഇല്ലായ്മ. പിന്നെ ഞാൻ ഇൻഡയറക്റ്റായിട്ട് ഞാൻ അറിഞ്ഞതാണ്, ഈ വീഡിയോ ഇടണ്ടെങ്കിൽ 60 ലക്ഷം രൂപ ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടത്തില്ല എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തോട് ചോദിച്ചോ? അല്ല, ഞങ്ങളടുത്ത് ഇൻഡയറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. അല്ലല്ല, അല്ലാതെ നമ്മളെ ഫിറോസ്, ഇതിനകത്ത് ഫിറോസ് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ ഫിറോസ് എന്തിനാണ് ഈ വീഡിയോ ഇട്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫിറോസിനെ ദ്രോഹിക്കാനും പോയിട്ടില്ല. ഫിറോസിന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയാണോ ഇത്? ആക്ച്വലി ഫിറോസിന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ദിയാസനയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവരെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഈ വോയിസ് വെളിയിൽ പോവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ടുള്ളത്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഫിറോസ് ഖാൻ്റെ പേര് ഞാൻ എഴുതിയിട്ടേ ഇല്ല. മേ ബി ഇതെല്ലാം കണ്ടപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചാണ് ഞാൻ ആ മറ്റേ കേസ് വലിച്ചിട്ടതാണെന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ ഒരു പൊട്ടത്തരം കാണിച്ചാണോ, ഇനി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അയാളെ ഇളക്കിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നാറിയിരിക്കുന്നത് ഇയാൾ പറയുന്നുണ്ട്, ഈ പറഞ്ഞ കണക്ക് ചേട്ടാ, ഞാൻ ഈ കുഞ്ഞിനെ, അയാൾ മോനെന്ന് പറയുന്നുണ്ടല്ലോ, ഈ മോൻ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇവൻ അത്ര നല്ലതാണെങ്കിൽ വല്ലപ്പോഴും ഇവനെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോകും. ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവന് ഇതിട്ടൂടായിരുന്നു. എൻ്റെ മാനസികാവസ്ഥ ഞാനിത് വന്നപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഉമ്മയും ഞാനും എല്ലാം കൂടെ ഞങ്ങളിന്ന് പറഞ്ഞതാണ്, വിഷം മേടിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം അത്രയും വൃത്തികെട്ട ഒരു അലിഗേഷൻ ഞങ്ങളെ അങ്ങ് വലിച്ചു കീറുമായിട്ടാ. ഞാൻ പിഴച്ച് നടക്കുന്നു കേട്ടാ. കുറേ ആണുങ്ങളോട് നടന്നാൽ ഈ പറയുന്ന ലോകം ആൾക്കാർ പറയും, ഈ ചില പെണ്ണുങ്ങൾ പറയും, നീ എന്തിനാ അവിടെ സഹിച്ചത്, നീ അവനെ കളഞ്ഞിട്ട് വേറെ നിൻ്റെ ജീവിതം നോക്കി പോയിക്കൂടായിരുന്നോ എന്ന്. ഈ മരിച്ചുപോയ ഓരോ പിള്ളേർ ഓരോ കല്യാണം കഴിഞ്ഞിട്ട് അബ്യൂസ് ചെയ്ത് പ്രശ്നങ്ങളായി ഇടിയായി എന്ന് പറയുന്ന അവരടുത്ത് വന്ന് പറയുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോൾ പറയും, നീ എന്തിനാ അവനോട് ജീവിക്കാൻ പോയി, നീ ഒരു പെണ്ണല്ലേ, നീ അവനെ കളഞ്ഞിട്ട് നിൻ്റെ ജീവിതം നോക്കി. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം നോക്കിപ്പോയ ഞാൻ തെറ്റുകാരിയായിട്ടാ. ഞാനിപ്പോൾ നേരെ തിരിച്ച് പിഴച്ച് നടന്നു കഴിഞ്ഞാൽ അയ്യോ പാവ, അവളുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ടാണ് അവൾ പിഴച്ച് നടന്ന, അവൾ പൈസ ഉണ്ടാക്കി കൊച്ചിന്. ഒരാളോടെ അല്ലെങ്കിൽ ഒരാളിലോ ഒതുങ്ങിപ്പോകുന്നത് തെറ്റാണോ ചേട്ടാ? അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ. അല്ലാതെ 10ഉം 15ഉം ആണുങ്ങളെ പിടിച്ചുകൊണ്ട് നടക്കുന്നല്ലേ ഇവളുമാരെ പോലെ, അല്ലെങ്കിൽ ഇവളുമാരെ പോലെ മറ്റേ ഡ്രഗ്സ് അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇവളുമാരെ പോലെ മറ്റേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ചേട്ടാ 25 ലക്ഷം രൂപയ്ക്ക് ഇന്ന് ജപ്തിയാവാൻ കിടക്കും എൻ്റെ വീട്, എൻ്റെ പേരിലുള്ള വീട്, എൻ്റെയും ഫിറോസ് ഖാൻ്റെ പേരിലുള്ളത്. ഈ ഫിറോസ് ഖാൻ അത് പറഞ്ഞപ്പോഴാണ് ചേട്ടാ, ഫിറോസ് ഖാൻ ഇത് നേരത്തെ അറിയാം. റസൂലിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം റസൂൽ നേരത്തെ അറിയാം. ഇയാൾ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞാൽ, അയാൾ വലിയ പണക്കാരനല്ലേ, അയാളുടെ നിന്ന് ഈ 25 ലക്ഷം അത് മേടിച്ചിട്ട് അത് എൻ്റെ പേരിലോട്ട് എഴുതി തരാമെന്ന് ഫിറോസ് ഖാൻ പറഞ്ഞതാണ്. അവന് നാണമില്ലായിരുന്നു അന്ന്. അന്നേ ഇവൻ അറിയെങ്കിൽ അവൻ എന്തിനാന്നേരം ഈ പണത്തിന് വേണ്ടിയിട്ടാണോ? ഇവന് പണം വേണോ അന്നേരം? ഞങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഇവന് പണം വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു ഭൂലോക വൃത്തികെട്ടവനാണ്. എനിക്ക് എന്നെ വലിച്ചു കീറാനൊന്നുമില്ല. ഞാൻ ഒരാളോട് ജീവിക്കുന്നു, ഒരാളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ഒരാളിൽ മാത്രമാണ്. പിന്നെ കുഞ്ഞിലെ ആ പണ്ട് നടന്ന ഒരു ഇൻസിഡൻറ്റും എടുത്തിടുന്നുണ്ട്. പിന്നെ കുറേ അലിഗേഷൻ ചേട്ടാ, നല്ല മനുഷ്യരുടെ കുറേ ആൾക്കാരുടെ ഫോട്ടോസ് എടുത്തിട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ അവരോട് പോയി, ഇവരോട് പോയി, മറ്റവരോട് പോയി. ഇവന് നാണവമാനം ഇല്ലേ ചേട്ടാ? ഇപ്പം ചേട്ടനോട് ഇരുന്നാൽ പോലും അവരെയും കൂട്ടി പറയും എന്നെ. എത്രയോ ആൾക്കാർ വലിയ എൻ്റെ വർക്ക് നിൽക്കുന്ന ആൾക്കാരെ പോലും വിളിച്ചിട്ട് പറയുന്നതാ, നീ അവനോട് കടന്നില്ലേ,
നീ അവളോടെ പോയി കിടന്ന എന്തിനാടാ, നീ അവരെ വിളിച്ച് ഭീഷണിയാണ്, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ സൈക്കോസിനെ ഞാൻ കണ്ടില്ല. അവർ അത് വീട്ടിലുണ്ടായ ഈ ഒരു ഇൻസിഡൻറ്റ് കാരണമായിരിക്കാം മേ ബി ഇവനിങ്ങനെ ആയിപ്പോയത്. എനിക്ക് എന്തായാലും ഇതിന് ഒരു ഞാൻ നിയമവശം നീങ്ങുവാണ്. ഇതിനകത്ത് നിങ്ങളിനി പ്രേക്ഷകർ കണ്ടിട്ട് എന്നെ ഇനിയും വലിച്ചു കീറാനാണെങ്കിൽ വലിച്ചു കീറിക്കും. കീറി അങ്ങേ അറ്റം എത്തി. ഇനി ഞാൻ ഒരു പക്ഷേ രേണുസുധിയുടെ കാര്യം പറഞ്ഞു. രേണുസുധി ഇപ്പം ക്യാൻസർ ആയപ്പം ആ പെൺകൊച്ചിനെ ഇട്ട് വലിച്ചു കീറാനുള്ള ആൾക്കാർ വലിച്ചു കീറി കഴിഞ്ഞു. ഇപ്പം രേണുസുധി പറഞ്ഞു, രേണുസുധിക്ക് മറ്റേ ക്യാൻസറാന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്നു. അതുപോലെ ഇനി എനിക്കൊരു അസുഖം വരണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് സൂയിസൈഡ് ചെയ്യുമ്പോൾ പറയും, അയ്യോ അത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇത്രയും ചെറിയ കാര്യത്തിന് എന്തിനാണ് അന്ന് പറയുമായിരിക്കും. ഇവരൊക്കെ എന്നെ ഞാൻ എന്തു കേട്ടാ, ഞാൻ ഒത്തിരി പേര് ആണുങ്ങളെ പിടിച്ചുകൊണ്ട് കിടക്കുന്നോ, എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? ഇത്രയും നേരം തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കടുത്ത അനുഭവങ്ങൾ, കടന്നുപോയ മാനസിക സംഘർഷങ്ങൾ, മാനസിക ക്ലേശങ്ങൾ, പലവിധ മനുഷ്യരുമായിട്ടുള്ള സൗഹൃദങ്ങൾ എല്ലാമാണ് ഇന്നിപ്പോൾ സജിന നൂർ നമ്മളോട് പങ്കുവച്ചത്. നമുക്കറിയാം സജിന ബിഗ് ബോസ് താരമായിരുന്നു, അറിയപ്പെടുന്ന നടിയാണ്, അതുപോലെ തന്നെ മോഡലാണ്, 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് കഴിയുന്നത്. സജിനയെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഈ അടുത്ത സമയങ്ങളിൽ വന്നിട്ടുള്ള വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചാണ് ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചത്. നന്ദി സജിന. താങ്ക് യു.